ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രമായതിനാൽ ഭഗവാനെ പറ്റി ചില വിവരങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാമെന്ന് ആദ്യമായി ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് സുബ്രഹ്മണ്യ ഭഗവാന്റെ ക്ഷേത്രം. സുബ്രഹ്മണ്യ ഭഗവാന് വളരെ ചില പ്രത്യേകതകളുണ്ട്. അദ്ദേഹത്തെ ചെറുപ്പത്തിൽ കൃതികളെടുത്ത് വളർത്തിയതുകൊണ്ട് അദ്ദേഹം കാർത്തികേയൻ എന്നറിയപ്പെടുന്നു. 6 കൃതികളെടുത്ത് വളർത്തിയതുകൊണ്ട് അദ്ദേഹത്തിന് 6 മുഖങ്ങളുണ്ടായി. ആ 6 മുഖങ്ങളും പിന്നെ എങ്ങനെ ഒരു മുഖമായി എന്നുള്ളത് നിങ്ങൾ വളരെ പ്രത്യേകമായി നിങ്ങളുടെ പുരാണത്തിൽ വായിച്ചിട്ടുള്ളതാണ്. അങ്ങനെ 6 മുഖമുള്ളത് കൊണ്ട് അദ്ദേഹം അറുമുഖൻ എന്നറിയപ്പെടുകയാണ്. അങ്ങനെ സുബ്രഹ്മണ്യ ഭഗവാന് 1000 പേരുകളുണ്ട്. ഞങ്ങളുടെയൊക്കെ മതത്തിൽ ദൈവത്തിന് ഒരു പേരേ ഉള്ളൂ. യഹൂദന്മാർക്ക് യാവേ എന്നൊരു പേര്, ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് യേശു ക്രിസ്തു, മുസ്ലിങ്ങൾക്ക് അല്ലാഹു. പക്ഷെ ഹിന്ദുമതത്തിനൊരു പ്രത്യേകത, ഈശ്വര സങ്കല്പത്തെ വളരെ ശ്രദ്ധേയമായി പര്യായപദങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരു ശിവക്ഷേത്രത്തിൽ നിന്ന് ഭഗവാന് എന്താ പേരെന്ന് ചോദിച്ചാൽ ശിവസഹസ്രനാമ സ്തോത്രം അവിടെ അറിയാം. പിന്നീട് പരമശിവനാൽ കൊല്ലപ്പെട്ട അമ്മായിപ്പൻ ദക്ഷന്റെ വായിൽ നിന്നാണ് ഈ ശിവസഹസ്രനാമ സ്തോത്രം വരുന്നത്. പരമശിവന്റെ പേര് ചോദിച്ചാൽ ത്രീ സാങ്ക്യം പരിമിതം പ്രഭിന്ന പ്രസ്ഥാനം എന്ന് തുടങ്ങിയാണ്ടല്ലോ 1000 പേരുകളാണ്. വിഷ്ണു ഭഗവാന്റെ ഒരു ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ പേര് ചോദിച്ചാൽ വിഷ്ണു സഹസ്രനാമ സ്തോത്രമാണ്. ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായി യജ്ഞാചാര്യൻ ആ സഹസ്രനാമം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഭീഷ്മാചാര്യർ ശരശയിൽ കിടക്കുകയാണ്. ഭീഷ്മാചാര്യർക്ക് ഉത്തരായന കാലത്ത് മാത്രമേ മരിക്കാൻ പറ്റൂ. ഉത്തരായന കാലം നോക്കി നിൽക്കുന്ന ഭീഷ്മയുടെ അടുത്തേക്ക് ഭഗവാൻ കറക്റ്റ് എത്തുകയാണ്. ഉത്തരായനകാലം തുടങ്ങുന്നത് മകരസംക്രാന്തിക്കാണ്. മകരസംക്രാന്തിൻ്റെ അന്ന് രാവിലെ ആവുമ്പോൾ സൂര്യഭഗവാൻ തെക്കോട്ട് പോകുന്ന സൂര്യഭഗവാൻ നേരെ വടക്കോട്ട് വെച്ച് പിടിക്കും. ഭഗവാനെ കണ്ട ഉടനെ ഭീഷ്മർ തുടങ്ങി, എൻ്റെ കൃഷ്ണ, നീ വിഷ്ണു ഭഗവാനാണെന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു കൃഷ്ണ എന്ന് പറഞ്ഞ് വിഷ്ണു ഭഗവാന്റെ 1000 പേരുകൾ പറഞ്ഞ് സ്തുതിക്കുകയാണ്. ഒരു ദേവീക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ലളിത സഹസ്രനാമ സ്തോത്രം കേൾക്കാം. ഭഗവതിയുടെ 1000 പേരാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ 7-ാം അധ്യായത്തിലാണ് ലളിത സഹസ്രനാമം വരുന്നത്. അങ്ങനെ ഹിന്ദുക്കൾക്ക് സഹസ്രനാമം ഉള്ളത് സുബ്രഹ്മണ്യ സഹസ്രനാമമുണ്ട്, ഗണപതി സഹസ്രനാമമുണ്ട്, ഹനുമാൻ സഹസ്രനാമമുണ്ട്, അയ്യപ്പ സഹസ്രമുണ്ട്. ഇങ്ങനെ 10 ദൈവസങ്കല്പങ്ങൾക്ക് 1000 പേരാണ്. മറ്റൊരു മതത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഈ സഹസ്രനാമങ്ങൾ. ആ സഹസ്രനാമം ചൊല്ലി പഠിക്കുമ്പോൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് വലിയ അത്ഭുതം ഉണ്ടാവുകയാണ്. സഹസ്രനാമം ചൊല്ലി പഠിക്കുന്ന കുട്ടിക്ക് ആദ്യം കിട്ടുന്ന ഗുണം ഭാഷ പഠിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഭാഷയുടെ അപൂർവ സാധ്യതകൾ വേദവ്യാസൻ എടുത്ത് പ്രയോഗിക്കുകയാണ് ഈ സഹസ്രനാമത്തിൽ. അപ്പോൾ ആ കുട്ടി പിൽക്കാലത്ത് ഹിന്ദി സാഹിത്യമോ മലയാള സാഹിത്യം ഏത് സാഹിത്യം പഠിച്ചാലും വളരെ ഭംഗിയായിട്ട് ആ സാഹിത്യം പറയാൻ ആ കുട്ടിക്ക് പറ്റും. രണ്ടാമതായി ഗ്രാമർ പഠിക്കാൻ, വ്യാകരണം പഠിക്കാൻ ആ കുട്ടിക്ക് അപാര കഴിവായിരിക്കും. കാരണം ക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പാണിനി അഷ്ടാധ്യായി എഴുതിയ ആ വലിയ ഗ്രാമർ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഗ്രാമറാണ്. അതാണ് ഈ സഹസ്രനാമത്തിൽ പ്രയോഗിക്കുന്നത്. ആ കുട്ടിക്ക് ഏത് ഭാഷയുടെയും ഗ്രാമർ വളരെ ഭംഗിയായിട്ട് മനസ്സിലാവും. മൂന്നാമതായി കുട്ടിക്കുണ്ടാകുന്ന ഗുണം ഓർമ്മശക്തി വർദ്ധിക്കുകയാണ്. നമ്മുടെ മക്കളുടെ ഒരു ഡോക്ടർ ആവണമെങ്കിൽ നീറ്റ് പരീക്ഷയ്ക്ക് കയറും. 1 മിനിറ്റ് കൊണ്ട് ചോദ്യത്തിന് ഉത്തരം എഴുതണം. ആ ചോദ്യം വായിക്കാനൊരു 30 സെക്കൻഡ് പോകും. പിന്നെ അത് കറപ്പിക്കാനൊരു 10 സെക്കൻഡും പോകും. ചിന്തിക്കാൻ കിട്ടുന്ന ഒരു 15-20 സെക്കൻഡേ ഉള്ളൂ. അതുകൊണ്ട് ആ ഉത്തരം തലച്ചോറ് വന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടി ഒരിക്കലും ഡോക്ടറാവില്ല. ആ കുട്ടി IAS പരീക്ഷയ്ക്ക് പോയാൽ, പ്രിലിമിനറി കയറിയാൽ വീണ്ടും 1 മിനിറ്റ് കൊണ്ട് ചോദ്യത്തിന് ഉത്തരം എഴുതണം. സഹസ്രനാമം ചൊല്ലി പഠിക്കുന്ന കുട്ടി 1000 പേരുകൾ തുടർച്ചയായി തലച്ചോറിൽ ഓർത്തിരിക്കുന്ന കാരണം കുട്ടിക്ക് അപാര ഓർമ്മശക്തിയാണ്. കുട്ടി നീറ്റ് പരീക്ഷയോ IAS പരീക്ഷ ഏതും കുട്ടിക്ക് പാസ്സാവാൻ പറ്റും. നാലാമതായി കുട്ടിക്ക് ശബ്ദത്തിന് വളരെ ഭംഗിയായ കഴിവുണ്ടാവും. കുട്ടിക്ക് ശബ്ദ ഗാംഭീര്യം ഉണ്ടാവും. മൈക്ക് കിട്ടിയാൽ തകർപ്പൻ പ്രസംഗം.
സഹസ്രനാമം ചൊല്ലണമെങ്കിൽ ഓരോ വാക്കും കറക്റ്റ് ഉച്ചരിക്കണം. ആ കുട്ടിയുടെ ശബ്ദപേടകം വളരെ ക്ലിയർ ആവും. കുട്ടി ഏത് ഭാഷ പറഞ്ഞാലും കേൾക്കുന്ന ആളിന് മനസ്സിലാവും ഏത് ഭാഷ ഏത് വാക്കായി പറയുന്നത്. മൂന്നാമതായി കുട്ടിയുടെ ശബ്ദപേടകത്തിന് സ്വരമാധുര്യം ഉണ്ടാവും. കർണാടക സംഗീതം പാടിയാൽ തകർപ്പൻ, ഹിന്ദുസ്ഥാനി സംഗീതം പാടിയാൽ ഉഗ്രൻ. ഇനി ഇംഗ്ലീഷ് സംഗീതം പഠിക്കാൻ പോയാൽ ഡോം റെമി ഫസ ലാത്തോദ കുട്ടിക്ക് ഭംഗിയായിട്ട് പാടാൻ പറ്റും. ഇപ്പൊ തന്നെ സദസ്സിൽ ഒരു കുട്ടി ഇരുന്ന് പാടുന്ന പാട്ട് കേട്ടില്ലേ, എന്തൊരു അത്ഭുതം! ഞാൻ അപ്പുറത്തെ മുറിയിൽ നമ്പരന്ന് പോയി. ആ ശബ്ദമാധുരി, ശബ്ദ ഗംഭീര്യം, അത് സഹസ്രനാമം ചൊല്ലുന്നവർക്ക് കിട്ടുന്നൊരു ഗുണമാണ്. അഞ്ചാമതായി സഹസ്രനാമം ചൊല്ലി പഠിക്കുമ്പോൾ അത് ചൊല്ലുന്ന കുട്ടിക്ക് കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ എന്നൊരു സാധനം ഉണ്ടാവും. ഈ കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ ഉണ്ടാവുന്ന ഒരാൾക്ക് മാത്രമേ ഡോക്ടറാകാൻ പറ്റൂ. ഒരാൾ വന്നിട്ട് പറയാൻ എനിക്ക് തലവേദനയാണ് ഡോക്ടറെ എന്ന് പറഞ്ഞാൽ തലവേദന ഉണ്ടാക്കുന്ന 12 രോഗങ്ങൾ ഏതൊക്കെയാണ്, അതിലേതാണ് ഈ മനുഷ്യനുണ്ടാവാൻ സാധ്യത, താരതമ്യ പഠനത്തിലൂടെ ഡോക്ടർ മനസ്സിലാക്കും. ഒരു മരുന്ന് കുറിക്കാൻ പോകുമ്പോൾ മരുന്നിന് സൈഡ് എഫക്ട്സ് ഒരുപാടുണ്ട്, കോൺട്രാ ഇൻഡിക്കേഷൻ ഒരുപാടുണ്ട്. അത് താരതമ്യം ചെയ്യാൻ കഴിവില്ലാത്തൊരു ഡോക്ടർ മരുന്ന് കുറിച്ചാൽ രോഗി മരിച്ചു പോകും. ഈ കഴിവ് കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ ഒരു കുട്ടിക്കുണ്ടാവും ഈ സഹസ്രനാമം ചൊല്ലി പഠിച്ചാൽ. കുട്ടി ഭഗവാന്റെ തലയിലോട്ട് നോക്കിയാൽ വിഷ്ണു സഹസ്രനാമം ആണെങ്കിൽ കേശവ എന്ന് വിളിക്കും. ഭഗവാൻ ഇഷ്ടംപോലെ തലമുടിയാണ്. ശിവസഹസ്രനാമത്തിൽ നോക്കുന്നെങ്കിലോ കൃത്യമായി കുട്ടി പറയും ഗംഗാധര, തലയിൽ ഗംഗയെ വഹിക്കുന്നവനെ, ചന്ദ്രധാര, തലയിൽ ചന്ദ്രക്കലയുള്ളവനെ എന്ന് വിളിക്കും. ഇനി കയ്യിലോട്ടാണ് നോക്കുന്നതെങ്കിൽ വിഷ്ണു സഹസ്രനാമത്തിൽ മുരളീധര എന്ന് വിളിക്കും. കയ്യിൽ മുരളി വെച്ച് വായിക്കുന്ന ഭഗവാനെ എന്ന് വിളിക്കും. ഗദാചക്രവാണി, ഒരു കയ്യിൽ ഗദയും മറ്റേ കയ്യിൽ ചക്രമുള്ള ഭഗവാനെ എന്ന് വിളിക്കും. ലളിത സഹസ്രനാമം ചൊല്ലുന്നെങ്കിലോ വീണാ പുസ്തക ധാരണി, ഒരു കയ്യിൽ വീണയും മറ്റേ കയ്യിൽ പുസ്തകമുള്ള ഭഗവതിയെ എന്ന് വിളിക്കും. ശിവസഹസ്രനാമത്തിന്റെ ഒരു പാരഗ്രാഫ് വള്ളത്തോൾ നാരായണ മേനോൻ മലയാള ഭാഷയിൽ തർജ്ജമ ചെയ്തു. പൊട്ടാക്കി ഫാല വട്ട തിരുമിഴി ജടയെ കാറൊളിച്ചാര് കൂന്തൽ കെട്ടാക്കി കേതകിപ്പൂവതിന്റെ വടിവാക്കി പരം ചന്ദ്രകണ്ഠം മട്ടൊക്കെ തന്നെ മാറി പ്രഥയുടസ്ഥനായി കാട്ടിൽ ഉൾപ്പൊക്ക് വൈരിവിട്ട കാട്ടാളനെ കൈതൊഴുന്നേൻ. 14 കാര്യം കുട്ടി തലച്ചോറിൽ സങ്കല്പിക്കണം പരമശിവൻ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോ ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സഹസ്രനാമം നിങ്ങൾ പലതവണ കേട്ടിട്ടുള്ളതാണ്. 1000 പേരുകളുടെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് സുബ്രഹ്മണ്യ ഭഗവാൻ ആരാണ് എന്ന് മനസ്സിലാവുന്നത്. പക്ഷെ ഒരു ദേശത്തൊരു സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടായാൽ എന്താണ് ആ നാട്ടിലെ ഗുണം, അത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. സുബ്രഹ്മണ്യ ഭഗവാന് അമ്മ പാർവതീദേവി ഒരു വരം കൊടുത്തു. നിന്റെ അടുത്ത് പെൺകുട്ടികൾ വന്ന് പ്രാർത്ഥിച്ചാൽ ആ പെൺകുട്ടികൾ അഴകുള്ള ഏത് പുരുഷനാലും ആഗ്രഹിക്കുന്ന സുന്ദരികളായി തീരാനും അവർ നല്ല കന്യകകളായി തീരാനും അനുഗ്രഹം കൊടുക്കാൻ സുബ്രഹ്മണ്യ നിനക്ക് അനുഗ്രഹം തരുകയാണ്. അതുകൊണ്ട് കൊച്ചു പെൺകുട്ടികളുള്ള അമ്മമാര് പെൺകുട്ടികളെ കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വരും. കാരണം സുബ്രഹ്മണ്യ സ്വാമി അനുഗ്രഹിച്ച പിന്നെ ആ പെൺകുട്ടി നല്ല അഴകുള്ള കുട്ടിയാവും, ഏത് പുരുഷനും കണ്ടാൽ ആഗ്രഹമുള്ള കുട്ടിയാവും. ആ കുട്ടി വളരെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഒരു ഭാര്യയായി തീരും. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പെൺകുട്ടികളെ കൊണ്ട് അമ്മമാർ വരുന്നത്. രണ്ടാമതായി പാർവതീദേവി മകന് അനുഗ്രഹം കൊടുത്തു. മോനെ സുബ്രഹ്മണ്യ, നിനക്ക് അവൻ അനുഗ്രഹം തരികയാണ്. ഒരു ഗർഭിണി നിന്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ വയറ്റിലെ കുട്ടി ഒരു ഛിദ്രം ഉണ്ടാവാതെ ജനിച്ച് ആരോഗ്യമുള്ള പുരുഷനോ സ്ത്രീയോ ആയി തീരാൻ നിനക്ക് അനുഗ്രഹം തരികയാണ്. അതുകൊണ്ട് ഒരു നാട്ടിൽ സ്ത്രീകൾ ഗർഭിണികളായാൽ ഏറ്റവും അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എവിടാൻ തപ്പും, കാറ് വിട്ടോടൊപ്പോ അവിടെ ചെന്ന് പ്രാർത്ഥിക്കും. സുബ്രഹ്മണ്യ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ആ ഗർഭം ഒരിക്കലും ചിന്തപ്പെടുകയില്ല. ആ കുട്ടി ആരോഗ്യമുള്ള കുട്ടിയായി ജനിച്ച് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും യൗവനത്തിൽ ഓജസ്സും തേജസ്സുള്ള കുട്ടിയായി തീരും. അതുകൊണ്ട് ഗർഭിണികൾ എപ്പോഴും തേടി വരുന്നത് ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. ഈ നാടിന്റെ ഭാഗ്യം നോക്കിയേ, ഈ നാട്ടിൽ തന്നെ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പെൺകുട്ടികളുള്ള അമ്മമാർക്ക് എളുപ്പത്തിലൂടെ വരാം, ഗർഭിണികൾക്ക് എളുപ്പത്തിലൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. വളരെ ശ്രദ്ധേയമായിട്ടാണ് കൊടുത്തത്. സുബ്രഹ്മണ്യ സ്വാമിയുടെ
അച്ഛൻ പരമശിവൻ പറഞ്ഞോ, സുബ്രഹ്മണ്യ, നിനക്കാണ് വരം തരികയാണ്. നീ ഭൂതഗണങ്ങളുടെ രാജാവാണ്. ഏത് ഭൂതത്തെയും പ്രേതത്തെയും അമർച്ചയാനുള്ള കഴിവ് നിനക്കാ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഒരു മയിലിൻ്റെ പുറത്തിരിക്കണം. ഈ ഭൂതമോ പ്രേതമോ പറന്നങ്ങ് പോയാൽ ഓടിച്ചിട്ട് പറന്ന് പിടിക്കണം. അത് താഴെ കൊണ്ട് നടക്കുന്ന മൃഗത്തിൻ്റെ ശരീരത്തിൽ നിന്ന് പറ്റുമോ? പറ്റിയല്ല. അതുകൊണ്ട് മയിലിനെ വാഹനമായി കൊടുത്തു. ഭൂതമോ പ്രേതമോ പോയാൽ മയിലിൻ്റെ പുറത്ത് സുബ്രഹ്മണ്യ സ്വാമി പറന്ന് ചെല്ലും. പറന്ന് നിന്ന് ഭൂതത്തെ പിടിച്ച് അവനെ കണ്ടെയ്ൻ ചെയ്യും. നമ്മുടെ ആരുടെയെങ്കിലും വീടുകളിൽ ഒരു ഭൂതപ്രേത പിശാച് ബാധയുണ്ടായാൽ നമ്മൾ ആദ്യം പോകുന്നത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. അവിടെ ചില നിവേദ്യങ്ങളെ കൊടുത്തു കഴിയുമ്പം ഈ ഭൂതത്തെയും പ്രേതത്തെയും കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂജാരിമാർക്ക് ഈ ഭൂതങ്ങളെയും പ്രേതങ്ങളെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവുള്ള മന്ത്രമുണ്ട്, മൂലമന്ത്രമുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയിലെ പൂജാരി വന്നിട്ട് ആ മന്ത്രം പ്രയോഗിക്കുമ്പോൾ ആ ഭൂതത്തെയും പ്രേതത്തെയും അമർച്ച ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നാടിനെ ഭൂതപ്രേത പിശാചുക്കളിൽ നിന്ന് മോചിപ്പിക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ കഴിവാണ്. ഇനി പെൺകുട്ടികളെ സുന്ദരികളാക്കാൻ കഴിയുന്ന സുബ്രഹ്മണ്യ സ്വാമിക്ക് കൊടുത്ത വാഹനമോ മയിലാണ്. മയില് അതിൻ്റെ പീലികൾ വിടർത്തി ഇങ്ങനെ ആടുമ്പോൾ ആ മയിലുടെ സൗന്ദര്യം കാണാൻ എല്ലാവരും അത് നോക്കി നിൽക്കും. അപ്പോൾ ആ മയിൽ തൻ്റെ മയിൽപീലികൾ വിടർത്തി ആടുമ്പോൾ സൗന്ദര്യം കാണാൻ വരുന്ന ജനങ്ങളെ പോലെ ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്ന പെൺകുട്ടികൾക്ക് ആരാലും ആകർഷിക്കപ്പെടുന്ന സൗന്ദര്യം ഉണ്ടാവും. വളരെ രസകരമാണ് സങ്കല്പം. അതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ ആരാധന വളരെ പ്രത്യേക രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, ഒരു നാടിന് തന്നെ അഭിമാനം നൽകുന്ന ഒന്നാണ് ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ആ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ആരാണ്? സുബ്രഹ്മണ്യ സ്വാമിയെ പറ്റി പുരാണം കണ്ടുകൊണ്ട് 48 കഥയുണ്ട്. ഓരോ കഥയും എടുത്തതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അപ്പോഴാണ് സുബ്രഹ്മണ്യ സ്വാമി ആരാണ് എന്ന് മനസ്സിലാവുന്നത്. സുബ്രഹ്മണ്യ സഹസ്രനാമം വായിച്ചിട്ട് സുബ്രഹ്മണ്യ സ്വാമി ആരാണ് എന്ന് മനസ്സിലാക്കണം. സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രങ്ങളിൽ വളരെ ഒരു പ്രത്യേകതയുണ്ട്. ഗണപതി ഭഗവാന്റെ ക്ഷേത്രങ്ങൾ അഫ്ഗാനിസ്ഥാൻ തൊട്ടങ്ങ് ഇന്തോനേഷ്യ വരെ പരന്നു കിടക്കുകയാണ്. പരമശിവന്റെ ആരാധനാലയങ്ങൾ അങ്ങ് റഷ്യയും യുക്രൈൻ തൊട്ട് ശിവക്ഷേത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ശിവലിംഗ പ്രതിഷ്ഠ ഉള്ളത്. ചൈനയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 46 രാജ്യങ്ങളിൽ ശിവലിംഗ പ്രതിഷ്ഠയും ശിവക്ഷേത്രവും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ആരാധന തെക്കേ ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ്. തെക്കേ ഇന്ത്യയുടെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രം പഴനിയാണ്. തമിഴന്മാരുടെ വായിൽ ഴകാരം കൊള്ളാത്ത പളനി എന്ന് പറയും. പഴനിയിലെ പ്രസിദ്ധമായ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പണിഞ്ഞത് ഭോഗർ എന്ന് പറയുന്ന സിദ്ധനാണ്. 18 സിദ്ധന്മാരിൽ 3ാമത് സിദ്ധനാണ് ഭോഗർ. ഈ ഭോഗര് തമിഴ്നാട്ടിൽ നിന്ന് പോയി ചൈനയിൽ ചെന്ന് അവിടെ ക്ഷേത്രം ഉണ്ടാക്കി. ചൈനയിലെ കാൻഡണിലെ പ്രസിദ്ധമായ ക്ഷേത്രം ഭോഗർ ഇവിടുന്ന് പോയി പണിഞ്ഞു കൊടുത്താണ്. ചൈനയിലെ താവോയിസത്തിന്റെ ഉത്ഭവത്തിന്റെ ഭാഗമായിട്ടുള്ള പല വിശ്വാസങ്ങളും ഭോഗര് ചൈനയിൽ കൊടുത്താണെന്നാണ് ചരിത്രം. ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. അപ്പോൾ പഴനിയിലെ ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളും ഗർഭിണികളും പെൺകുട്ടികളെ കൊണ്ട് അമ്മമാരും ഒക്കെ പഴനി ക്ഷേത്രത്തിൽ പോകും. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധേയമായ ഒരു സിസ്റ്റം ഉണ്ട്. അതാണ് കാവടിയാട്ടം. ഭക്തൻ അല്ലെങ്കിൽ ഭക്ത കഴുത്തിന് കുറുകെ ഒരു കമ്പ് വെച്ചിട്ട് ആ കമ്പിന്റെ 2 അറ്റത്തും ഓരോ കാവടി തൂക്കിയിടും. ഒരു ചെറിയ ഒരു ലോട്ട പോലുള്ള സാധനം തൂക്കിയിടും. എന്നിട്ട് അതിനകത്ത് എന്ത് വെച്ചാണോ സുബ്രഹ്മണ്യ സ്വാമിയെ ആടുന്നത് അത് വെച്ചിട്ടാണ് ആ കാവടിക്ക് പേര് വരുന്നത്. നേരം വെളുത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ അവിടെ കളഭം കൊണ്ടുവരും. കളഭം കൊണ്ടുവന്ന് ആ കാവടി നിറച്ചിട്ട് കളഭക്കാവടി ആടും. കളഭക്കാവടി 8 മണിയാവുമ്പോൾ സ്ത്രീകൾ പശുവിനെ കറക്കും. പശുവിനെ കറന്നിട്ട് ആ പാലും കൊണ്ട് അവിടെ വരും. പാലും കൊണ്ട് വന്നിട്ട് ഈ പാൽ ഈ കാവടി നിറച്ചിട്ട് കാവടി ആടും. അതാണ് പാൽ കാവടി എന്ന് പറയുന്നത്. ആ പാൽ കാവടി ഈ കളഭം കൊണ്ടുവന്നാൽ അത് ആടിക്കഴിഞ്ഞാൽ ആ കളഭം അവിടെ ക്ഷേത്രത്തിൽ കൊടുത്തിട്ട് അവിടെ വരുന്ന ഭക്തർ അത് കൊണ്ടുപോകും. പാല് വന്നാൽ
പാൽക്കാവടി ആടിക്കഴിഞ്ഞാൽ ആ പാൽ അവിടെ ഒഴിച്ച് അത് പോഷകാഹാര കുറവുള്ള കുട്ടികൾക്ക് കൊടുക്കും. പിന്നെ അവിടെ പാൽപ്പായസം ഉണ്ടാക്കും ആ പാൽ കൊണ്ട്. അപ്പോൾ 6 മണിക്ക് കളഭക്കാവടി ആടും, 8 മണിയാവുമ്പോൾ പാൽക്കാവടി ആടും. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് 10 മണിയാവുമ്പോൾ ഈ പഴനി ദേശം ഷുഗർ കെയിൻ, കരിമ്പിൻ്റെ കൃഷിക്ക് വളരെ പ്രസിദ്ധമാണ്. കരിമ്പിൻ്റെ കൃഷി ചെയ്യുന്നവരെ ആ കരിമ്പിൻ ജ്യൂസ് എടുത്തിട്ട് ശർക്കര ഉണ്ടാക്കും. ആ ശർക്കര ആദ്യം ഉണ്ടായാൽ ആദ്യത്തെ ശർക്കര പഴനി സ്വാമിക്കാണ്. അപ്പോൾ അവർ നേരെ അവിടെ കൊണ്ടുവരും. എന്നിട്ട് ഈ ശർക്കര ഈ കാവടി നിറച്ചിട്ട് അവർ കാവടിയാട്. അതാണ് ശർക്കര കാവടി എന്ന് പറയുന്നത്, ശർക്കര കാവടി. പിന്നെ ഒരു 2 മണിക്കൂർ കഴിയും 12 മണിയാവും. 12 മണിയാവുമ്പോൾ പഴനി ക്ഷേത്രത്തിൽ വിവാഹം കഴിച്ചാൽ ഒരിക്കലും ഡൈവോഴ്സ് ഉണ്ടാവില്ല. വിവാഹം ഒരിക്കലും വിവാഹമോചനത്തിൽ കലാശിക്കില്ല. ഇതാണ് അവിടുത്തെ വിശ്വാസം. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ കല്യാണം കഴിക്കാൻ വേണ്ടി മെനക്കെട്ട് പോവും ഈ പഴനിയിൽ. അങ്ങനെ വരുന്നവർ കൊണ്ടുവരേണ്ടത് പനിനീരാണ്. പനിനീര് കൊണ്ടുവരും. അവർ ആ പനിനീര് അതിൽ നിറച്ചിട്ട് പനിനീർ കാവടി ആടും. ഈ പനിനീര് പിന്നീട് അവിടെ വരുന്ന ഭക്തരുടെ മേളിലോട്ട് തളിക്കും. ആ പനിനീരിൻ്റെ തളിക്കുന്നത് 2 തുള്ളി നമ്മുടെ ശരീരത്തിൽ വീണാൽ ആ വീഴുന്ന ഭക്തന്റെ വീട്ടിലെവിടെയെങ്കിലും കല്യാണത്തിന് ഭാര്യയും ഭർത്താവോട് വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും. ഇതാണ് ആ പനിനീർ കാവടിയുടെ രഹസ്യം. അത് കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേന് മയിൽപ്പീലി കൊണ്ടുവരും. സുബ്രഹ്മണ്യ സ്വാമി മയിലിൻ്റെ പുറത്തിരിക്കുന്ന സ്വാമിയാണ്. അവിടെ ഏറ്റവും പ്രസിദ്ധമായ കാവടിയാണ് മയിൽപ്പീലി കാവടി. ഈ മയിൽപ്പീലി ഭഗവാൻ കൃഷ്ണൻ വളരെ ഇഷ്ടമാണ്. ഭഗവാൻ കൃഷ്ണൻ എപ്പോഴും ഒരു മയിൽപ്പീലി തലയിൽ ചൂടിയിരുന്നു. ഞങ്ങളുടെ വേദോത്സവത്തിൽ 3000 വർഷങ്ങൾക്ക് മുമ്പ് ശലോമോൻ എന്ന രാജാവുണ്ടായിരുന്നു. ആ രാജാവ് ജെറുസലേം ദേവാലയം പണിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് മയിൽപ്പീലി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ മയിൽപ്പീലി കൊണ്ടുവന്ന് ജെറുസലേം ദേവാലയത്തിൻ്റെ മദ്ബഹായുടെ മുമ്പ് ഇങ്ങനെ തൂക്കിയിട്ടു. അതിനെ വേദപുസ്തകത്തിൽ 3000 വർഷത്തിന് മുമ്പ് ഹീബ്രു ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന പേര് തൂക്കി എന്നാണ്. ഇത് തമിഴ് ഭാഷയിൽ ആൺമയിലിൻ്റെ പേരാണ് തോഗൈ. തമിഴിലെ തോഗയാണ് 3000 വർഷത്തിന് മുമ്പ് തൂക്കി എന്ന് വേദപുസ്തകത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പൊ തമിഴിലെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ആരാധന ഒരർത്ഥത്തിൽ ശലോമോനെ സ്വാധീനിച്ചിട്ടുണ്ട്. പൂജാദ്രവ്യങ്ങൾ വെക്കാൻ വേണ്ടി ശലോമോൻ ഒരു മേശ ഉണ്ടാക്കി. അതിന് 4 സൈഡിൽ ആനക്കൊമ്പ് വെച്ച് അലങ്കരിച്ചു. ആ ആനക്കൊമ്പിനെ ശലോമോൻ ഹീബ്രു ഭാഷയിൽ വിളിച്ചു കാളഫ്. ഈ കാളഫ് എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ ആനയുടെ പേരാണ് കളഭം. ആ കാളഫ് പിന്നെ ഗ്രീസിൽ പോയി, അവിടെ ഏളഫായി. അത് ഇംഗ്ലീഷ് വന്നപ്പോൾ ഏലഫാൻഡം, വലിയ എലിഫൻ്റായി. എലിഫൻ്റ് എന്ന വാക്കിൻ്റെ ഉത്ഭവം സംസ്കൃതത്തിലെ കളഭം എന്ന വാക്കിൽ നിന്നാണ്. ഈ നാവികരിങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഇവരൊരു മൃഗത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്, ഒരു കളിക്കുന്ന മൃഗം. ശലോമോൻ ചോദിച്ചു, ഈ മൃഗത്തെ ഒന്ന് കൊണ്ടുവരാമെന്ന് ചോദിച്ചു. അങ്ങനെ അടുത്ത കപ്പൽ വന്നപ്പം ഈ മൃഗത്തെ കൊണ്ടിരുന്നത് ഒരു കുരങ്ങനായിരുന്നു. ആ കുരങ്ങനെ ശലോമോൻ വേദപുസ്തകത്തിൽ വിളിച്ചു കപി, KPHI. ഇത് സംസ്കൃത ഭാഷയിൽ കുരങ്ങന്റെ പേരാണ് കപി. ഹനുമാനെ നമ്മൾ വിളിക്കും കബീധരൻ എന്ന് വിളിക്കും. ഇങ്ങനെ സംസ്കൃതത്തിൽ നിന്നും തമിഴിൽ നിന്നും 24 വാക്ക് ഞങ്ങളുടെ വേദപുസ്തകത്തിലുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ ആരാധനയുമായി ബന്ധപ്പെട്ട മയിൽപ്പീലി യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ആരാധനയുടെ ഭാഗമായി ജെറുസലേം ദേവാലയം തൊട്ട് തുടങ്ങുകയാണ്. അപ്പോൾ പീലി കൊണ്ടുവന്നിട്ട് ആ കാവടിക്കകത്തിട്ടിട്ട് ആടും. അതാണ് പീലിക്കാവടി എന്നത്. പീലിക്കാവടി 6 മണി കഴിയുമ്പോൾ സന്ധ്യയാവും. അപ്പോൾ മരിച്ചുപോയ ഏതെങ്കിലും ഒരു ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല, അത് ഭൂമിയിൽ അലഞ്ഞിരിഞ്ഞ് നടക്കാണ്. ഭൂതപ്രേതങ്ങളുടെയൊക്കെ കൺട്രോള് സുബ്രഹ്മണ്യ സ്വാമിക്കാണ്. അതുകൊണ്ട് മരിച്ചുപോയ ആളിൻ്റെ ആത്മാവ് ഭൂമിയിൽ അലഞ്ഞിരുന്ന് നടക്കാതിരിക്കാൻ വേണ്ടി മക്കളോ കൊച്ചുമക്കളോ ആ അപ്പൻ്റെ ഭസ്മം കൊണ്ടുവരും. ഹിന്ദുക്കളിൽ ലോകത്തിന് കൊടുത്ത ഏറ്റവും നല്ലൊരു ഗുണമാണ് മരിച്ചു കഴിഞ്ഞാൽ ശവം അഗ്നിയിലങ്ങോട്ട് വെക്കുക, ഭസ്മമാക്കുക, ആറ്റിൽ ഒഴുക്കുക. ഞങ്ങളെ യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മരിച്ചു കഴിഞ്ഞാൽ
20,000 രൂപയുടെ ഒരു പെട്ടി വാങ്ങിച്ച് അതിനകത്ത് വെച്ച് കുഴിച്ചിടും. അത് കിടന്ന് അഴുകി നാറി അവിടെയൊക്കെ പുഴു നാശം ഉണ്ടാക്കി നാടിന് നാശം ഉണ്ടാക്കി. ഇന്ന് ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങൾ കല്ലറയിൽ സംസ്കരിക്കണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ 6x3 18 അടി വെച്ചിട്ട് 140 കോടി ജനങ്ങൾ കൊടുത്താൽ 26,000 ചതുരശ്ര കിലോമീറ്റർ വേണം. ഏകദേശം കേരളത്തിന് അത്ര ഏരിയ വേണം ഈ കല്ലറ ഉണ്ടാക്കാൻ. കഴിഞ്ഞ 2000 കൊല്ലം ഇവിടെ ഉണ്ട് ഹിന്ദുക്കൾ മുഴുവൻ കല്ലറ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഇന്ത്യയിൽ താമസിക്കാൻ സ്ഥലം ഉണ്ടാവില്ലായിരുന്നു. ഹിന്ദുക്കൾ ഇത് തീരുമാനിച്ച വളരെ നല്ലൊരു കാര്യമാണ്. ഞാൻ എൻ്റെ വിൽപ്പത്രത്തിൽ എഴുതി വെച്ചു, ഞാൻ ചാവുമ്പോൾ ഈ പെട്ടടി വെച്ച് ഈ പുഴുവാക്കുന്ന പരിപാടി ചെയ്തേക്കരുത്. ഹിന്ദുക്കൾ ചെയ്ത പോലെ ശാന്തി കവാടത്തിൽ കൊണ്ടുപോയി കത്തിച്ചിട്ട് ആറ്റിൽ ഒഴുക്കാൻ പറഞ്ഞു. അപ്പോൾ നാട്ടിലെ സ്ഥലം വേസ്റ്റ് ആവില്ല. പിന്നെ ഈ ഒഴുകുന്ന ഭസ്മം നാട്ടുകാർക്ക് വലിയ ഗുണമായി മാറും. മഹാനായ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തെ ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങ് മരിക്കുമ്പോൾ ഈ ശരീരം എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞു, വെട്ടി കണ്ടിച്ച് ആ വാഴയ്ക്ക് വള വെട്ടേക്കാൻ പറഞ്ഞു. ശിഷ്യന്മാരെ ചെയ്തില്ല കേട്ടോ, അത് വേറെ കാര്യം. എങ്കിലും ഈ ശവം യൂസ്ലെസ് ആണ്, അതിനെ എവിടെയെങ്കിലും കുഴി തട്ടിക്കോണം. പക്ഷെ ഇങ്ങനെ ഭസ്മമാക്കിയ ഒരു ആത്മാവ് ആ ചാരം നദിയിൽ ഒഴുക്കുമ്പോൾ അത് എക്കലാവും. ആ എക്കൽ എന്നിട്ട് കാർഷിക ഭൂമിയിൽ നെല്ലും തിനിയും ഒക്കെ വിളയുന്ന കാർഷിക വ്യവസ്ഥയെ സമ്പുഷ്ടമാക്കും. പക്ഷെ ഭൂമിയിലെ കർമ്മഫലം തെറ്റിയ ഒരു മനുഷ്യന് അവന് ഭൂമിയിൽ ഇങ്ങനെ ഭൂതപ്രേത പിശാചായിട്ട് ഇങ്ങനെ അലിഞ്ഞു നടക്കും. അതിൽ നിന്ന് മോചനം വേണമെന്ന് ഏതെങ്കിലും കുട്ടി ആഗ്രഹിച്ചാൽ അവനെന്ത് ചെയ്യും? അപ്പൻ്റെ ഭസ്മം ശകലം കൊണ്ട് നേരെ വരും പഴനിയിൽ. എന്നിട്ട് ഈ കാവടിയിലിട്ടിട്ട് ആടും. അതാണ് ഭസ്മക്കാവടി. പഴനിയിലെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഭസ്മക്കാവടി ആടിയാൽ ആ ആത്മാവിന് നിത്യശാന്തി കിട്ടി മോക്ഷത്തിൽ പോവും. ഇതാണ് വിശ്വാസം. അതാണ് പഴനിയിലെ പ്രസിദ്ധമായ പാട്ട്. പഴനിമല കോവിലിലെ പാൽക്കാവടി, ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി. രാവിലെയാണ് പാൽക്കാവടി, വൈകിട്ടത്തെ ഏറ്റവും മംഗളകരമായ കാവടിയാണ് പീലിക്കാവടി. അപ്പോൾ 8 തരം കാവടിയാണ്. അതിലെ പാൽക്കാവടി, സ്ത്രീകൾ തരുന്ന പാൽക്കാവടിയും പീലി നിവർത്തി ആടുന്ന പീലിക്കാവടി ഏറ്റവും പ്രസിദ്ധം. അതുകൊണ്ടാണ് ആ പാട്ട് 2 കാവടി പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയോട് പ്രാർത്ഥിക്കുമ്പോൾ എന്തൊരു വൈവിധ്യം! ആ വൈവിധ്യത്തിൻ്റെ അർത്ഥം എത്ര ഗംഭീരമാണ്! ഇത് നമ്മളെ മനസ്സിലാക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഗർഭത്തിലിരിക്കുമ്പോൾ മുതൽ സുബ്രഹ്മണ്യ സ്വാമി ആശ്രയമാണ്. ആ ഗർഭം ഛിദ്രമായി പോവാതെ സുഖപ്രസവത്തിലൂടെ കുട്ടി ജനിച്ച് ആവുകയാണ്. കൊച്ചു പെൺകുട്ടി ജനിച്ചാൽ ഉടനെ ഇവിടെ വരും, പ്രാർത്ഥിക്കും. ആ കുട്ടി അഴകുള്ള പെൺകുട്ടിയായി എല്ലാവരും ആകർഷിക്കുന്ന പെൺകുട്ടിയാവും. കല്യാണം കഴിക്കാൻ നേരമോ പനിനീരിൽ കാവടി ആടി ആ പനിനീർ തളിച്ച് സുന്ദരമായി അവർ ജീവിക്കും. കർഷകന് അവൻ്റെ ശർക്കര കൊണ്ട് ശർക്കര കാവടി ആടിയാൽ അടുത്ത കൊല്ലം കരിമ്പിൻ്റെ ബമ്പർ ക്രോപ്പ് ഉണ്ടാവും. അവൻ്റെ ശർക്കരയുടെ അളവ് കൂടും. ആ പനിനീര് തളിച്ചു കഴിയുമ്പോൾ അവിടെ വരുന്ന ഭക്തരുടെ വിവാഹ പ്രശ്നത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് കിട്ടും. പിന്നെ പീലിക്കാവടി ആടുമ്പം മഹത്തായ സന്തോഷമുള്ള ജീവിതത്തിലേക്ക് വരും. ഇനി ഏതെങ്കിലും മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവിന് മോശം കിട്ടിയില്ലെങ്കിൽ ഇവിടെ വന്ന് ഭസ്മക്കാവടി ആടുമ്പോൾ പരിഹാരമായി. ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞു മുതൽ മരിച്ചു കഴിഞ്ഞ് ആത്മാവായ രൂപത്തിൽ പോലും മനുഷ്യന് ആശ്വാസം നൽകാൻ കഴിയുന്ന ഏക ഈശ്വര സങ്കല്പമാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ സങ്കല്പം, സുബ്രഹ്മണ്യ ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഈ ദേശത്തെ നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് അവരുടെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുന്ന മഹത്തായ ക്ഷേത്രമാണ് സുബ്രഹ്മണ്യ ഭഗവാന്റെ ക്ഷേത്രം. ആ ക്ഷേത്രം ഇവിടെ സ്ഥാപിക്കാനും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാനും ശ്രമിച്ച എല്ലാ പൂർവ്വസൂരികൾക്കും ഈശ്വരൻ എല്ലാ അനുഗ്രഹവും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹങ്ങൾ അതാത് തരക്കാരിവിടെ ഒന്ന് വാങ്ങിക്കാനും ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഒന്ന് ഞാൻ നോട്ടീസ് നോക്കിയപ്പോഴാണ് ഇവിടെ നാഗപ്രതിഷ്ഠ വരികയാണ്. അപ്പം എന്താണ് ഈ നാഗം? നമ്മളിവിടെ ഭാഗവത സപ്താഹം നടക്കുകയാണ് 7 ദിവസം. ലോകത്തിൽ നമ്മൾ ഇന്ത്യക്കാർ കൊടുത്ത മഹത്തായ 2-3 ഗ്രന്ഥമുണ്ട്. അതിലൊന്നാണ് ശ്രീമദ് ഭാഗവതം, വിഷ്ണു ഭഗവാന്റെ ദശാവതാര കഥ. പിന്നെ ദേവി ഭാഗവതം, ഭാഗവതിയുടെ ദശാവതാര കഥ. പിന്നെ മഹാഭാരതം. ഇതെല്ലാം
നാഗവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ്. യുധിഷ്ഠിരൻ 36 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പം പരീക്ഷിത് രാജാവിനെ പിൻഗാമിയായി വാഴിച്ച ശേഷം മഹായാത്രയ്ക്ക് പോയി. പരീക്ഷിത് രാജാവ് ഗർഭത്തിൽ വെച്ച് തന്നെ അശ്വത്ഥാമാവിന്റെ അസ്ത്രം വന്ന് ദഹിപ്പിക്കാൻ തുടങ്ങാണ്. ഭഗവാൻ കൃഷ്ണന്റെ വരം കൊണ്ട് കുട്ടി രക്ഷപ്പെട്ടു. അങ്ങനെ പരീക്ഷ ജയിച്ച കുട്ടി ആയതുകൊണ്ട് ആ കുട്ടിക്ക് പേരിട്ടു, ഗർഭത്തിൽ വെച്ച് തന്നെ പരീക്ഷ നേരിട്ട പരീക്ഷിത് രാജാവ്. ഇപ്പൊ ഈ ദൈവം തമ്പുരാൻ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഇടപെടാത്തോണ്ട് കേരളത്തിൽ തന്നെ ഒരു വർഷം 40,000 എണ്ണം ഗർഭത്തിൽ വെച്ച് ചിത്തനെഴുതി കളയുന്നതാണ് കണക്ക്. ഭഗവാൻ എന്താ വരാത്തത് എനിക്ക് അറിഞ്ഞൂടാ. കോട്ടെ. അപ്പോ പരീക്ഷിത് രാജാവ് 24 കൊല്ലം ഭരിച്ചു. 60 വയസ്സായപ്പം ഒരു വേട്ടയാടാൻ പോയി. വേട്ടയാടാൻ പോയപ്പോ ദാഹിച്ചു. ശമീകമുനിയുടെ ആശ്രമത്തിൽ കയറി വെള്ളം ചോദിച്ചു. ശമീകമുനി ധ്യാനത്തിലായിരുന്നു, അറിഞ്ഞില്ല. ദേഷ്യം വന്ന രാജാവ് വെള്ളം ചോദിച്ച സ്ഥാനത്ത് ആരടാ? അദ്ദേഹം ഒരു ചത്ത പാമ്പിനെ എടുത്ത് കഴുത്തിലോട്ട് ഇട്ട് കൊടുത്തു. ചത്ത നാഗത്തെ എടുത്ത് കഴുത്തിലോട്ട് ഇട്ട് കൊടുത്തു. ഇത് കണ്ടുകൊണ്ട് ശമീകമുനിയുടെ മഹർഷിയുടെ മകൻ ഇങ്ങോട്ട് വന്നു. അദ്ദേഹം പറഞ്ഞ, എടാ രാജാവേ, നീ 7 ദിവസത്തിനകം തക്ഷന്റെ കടിയേറ്റ് മരിക്കുമെന്ന് പറഞ്ഞു. തക്ഷന്റെ കടിയേറ്റ്. അങ്ങനെ മരണഭയം ഉണ്ടായി. മരണഭയം ഉണ്ടാകിയപ്പോ പരീക്ഷിത് രാജാവ് പോയി ഒളിച്ചിരുന്നപ്പോ അവിടെ വന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താണ് ശ്രീമദ് ഭാഗവതം. ഇവിടെ 7 ദിവസം സപ്താഹം നടക്കുന്ന ഭാഗവതം കേട്ട് കഴിഞ്ഞപ്പോ പരീക്ഷിത് രാജാവ് ധൈര്യമായി. അപ്പൊ ആ തക്ഷകനോ വരട്ടടാ, കടിക്കട്ടാ, എനിക്ക് മരണത്തെ ഒന്നും പേടിയില്ലെന്ന്. അങ്ങനെ തക്ഷകൻ ഒരു ബ്രാഹ്മണൻ രൂപത്തിൽ നിന്ന് കടിച്ചു എന്നാണ്. ആ ഭാഗം ഒഴിവാക്കേണ്ടതായിരുന്നു. എങ്കിലും വന്ന് കടിച്ചിട്ട് തക്ഷകൻ അങ്ങ് മരിച്ചുപോയി. തക്ഷകൻ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മകൻ ജനമേജയൻ പറഞ്ഞു, ഈ നാഗത്തെ മുഴുവൻ ഞാൻ ഫിനിഷ് ചെയ്യും. അദ്ദേഹം ഒരു വലിയ സർപ്പസത്രം നടത്തി 1000കണക്കിന് നാഗങ്ങൾ കൊല്ലപ്പെട്ടു. നാഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ദേവേന്ദ്രൻ വന്നു. ദേവേന്ദ്രനെ ഓടിച്ചു. അതോടുകൂടി ഈ നാഗങ്ങളെ കൊന്ന ശാപം ജനമേജയൻ വന്നു. ജനമേജയന് മരണഭയം ഉണ്ടായി. ആ മരണഭയം ഉണ്ടായപ്പോ ജനമേജയന്റെ മരണഭയം മാറ്റാൻ വേണ്ടി വേദവ്യാസൻ വന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ദേവി ഭാഗവതം. ദേവി ഭാഗവതം കേട്ട് കഴിഞ്ഞപ്പോ ജനമേജയന് മരണഭയം മാറി. അദ്ദേഹം തിരിച്ചു വന്നു. ആ സമയത്ത് ആസ്തിക മുനി ഇവിടെ വന്നു. ആരാണ് ഈ ആസ്തിക മുനി? തക്ഷകന്റെയും ഒക്കെ സഹോദരി ഒരു മാനസ ഉണ്ടായിരുന്നു. ആ മാനസ ഒരു ബ്രാഹ്മണനെ കല്യാണം കഴിച്ചു. അങ്ങനെ മാനസയ്ക്ക് ആ ബ്രാഹ്മണനുണ്ടായ കുട്ടിയാണ് ആസ്തിക മുനി. അതായത് നാഗരാജാവിന്റെ അനന്തരവനാണ് ഈ ആസ്തികൻ. ബ്രാഹ്മണ വേഷത്തിൽ വന്ന് അദ്ദേഹം ജനമേജയൻ തർക്കത്തിൽ ഏർപ്പെട്ടു. ആ തർക്കത്തിന് അവസാനം ആസ്തിക മുനിക്ക് ജനമേജയനെ കൊണ്ട് സർപ്പസവ് നിർത്തിക്കാൻ പറ്റി. സർപ്പസവ് നിർത്തിയപ്പോ ഇത് കാണാമെന്ന് ജനവിഭാഗം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ വേദവ്യാസന്റെ ശിഷ്യൻ ആ വൈശമ്പായനോട് ഇരിപ്പുണ്ട്. വൈശമ്പായൻ പറഞ്ഞു, നമ്മളെല്ലാം ഒത്തുകൂടിയില്ലേ, സദ്യക്ക് റെഡിയായില്ലേ, എന്നതിന് കാര്യം ചെയ്യാം. എൻ്റെ ഗുരു ഒരു ഇതിഹാസം എഴുതിയിട്ടുണ്ട്, മഹാഭാരതം, കേൾക്കണമെന്ന് ചോദിച്ചു. അവരോട് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വൈശമ്പായനൻ ആ സർപ്പസത്വത്തിന്റെ സദസ്സിലിരുന്ന് പാടിക്കൊടുത്തതാണ് മഹാഭാരതം. അതായത് നാഗവുമായി ബന്ധപ്പെട്ടതാണ് ശ്രീമദ് ഭാഗവതവും ദേവി ഭാഗവതവും മഹാഭാരതവും. സനാതനധർമ്മം ലോകത്തിന് കൊടുത്ത മഹത്തായ 3 പുസ്തകങ്ങളും നാഗവുമായി ബന്ധപ്പെട്ടാണ്. നാഗം, ആരാണ് ഈ നാഗം? നാഗവും നേരിച്ച പാമ്പാന്നാരും ധരിച്ചു കളയരുത്. നാഗം ഒരു ടോട്ടം സിമ്പിളായിട്ടാണ് ഈ നാഗരൂപത്തിൽ വരുന്നത്. നാഗത്തെ ആരാധിച്ചിരുന്ന വലിയ ജനവിഭാഗമായിരുന്നു നാഗർ. അവിടെ രാജാവായിരുന്നു തക്ഷൻ. ആ തക്ഷൻ തക്ഷശിലയും രാജാവായിരുന്നു. അദ്ദേഹം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഭരിച്ചിരുന്ന ആളാണ്. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് 75 കിലോമീറ്റർ വടക്ക് ആണ് തക്ഷശില യൂണിവേഴ്സിറ്റി. തക്ഷൻ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ട് പണിഞ്ഞ പട്ടണം, അതാണ് തക്ഷശില. ഈ തക്ഷന്റെ കയ്യിലായിരുന്നു ഡൽഹി. തക്ഷൻ ഭരിച്ചുകൊണ്ടിരുന്ന കണ്ഠവനം, അവിടെ വന്ന് തക്ഷന്റെ കൺട്രോൾ ചെയ്യുന്നത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു അർജുന ഭഗവാൻ.
അർജുനൻ ഭഗവാന്റെ സഹായത്തോടുകൂടി. അങ്ങനെ ആയിരക്കണക്കിന് നാഗങ്ങളെ അവിടുന്ന് ഓടിച്ചിട്ട് ഡൽഹി പിടിച്ചെടുത്തു. തക്ഷകന്റെ കയ്യിലിരുന്ന രാജ്യം പിടിച്ചെടുത്തു. അങ്ങനെ ഇന്ദ്രപ്രസ്ഥം പണിഞ്ഞു. ഞാൻ ഡൽഹിയിൽ പോയി ഇന്ദ്രപ്രസ്ഥ പോലീസ് സ്റ്റേഷന്, ഇന്ദ്രപ്രസ്ഥ പോസ്റ്റ് ഓഫീസിന്റെ ഒക്കെ അവിടുന്ന് 200 മീറ്റർ പുറയിലാണ് ഈ യുധിഷ്ഠിരൻ ഉണ്ടാക്കിയ ഈ ഇന്ദ്രപ്രസ്ഥം. ഞാൻ പോയി കണ്ടു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു 10,000 ചതുരശ്ര അടിയുള്ളൊരു പട്ടണമായിരുന്നു ഇന്ദ്രപ്രസ്ഥം. നമ്മൾ മഹാഭാരതം വായിച്ചെന്തോ പണ്ടമാരാന്ന് വിചാരിക്കും. നമ്മുടെയൊക്കെ വീടിന്റെ അത്രേ ഉള്ളൂ ഈ ഇന്ദ്രപ്രസ്ഥത്തിലെ യുധിഷ്ഠിരന്റെ കൊട്ടാരം. അങ്ങനെ ആ തക്ഷകന് അനിയൻ വാസുകി, ഈ വാസുകിയാണ് ഭഗവാന്റെ കഴുത്തി കിടക്കുന്നത്, പരമശിവന്റെ കഴുത്തി കിടക്കുന്നത്. ആ വാസുകി ഭഗവാന്റെ കഴുത്തി കിടക്കുന്നുണ്ട്. വാസുകിയെ നമ്മൾ വിളിച്ചു ശങ്കരാഭരണം, ശങ്കരൻ ആഭരണമായി കഴുത്തി കിടക്കുന്ന സാധനം. ഈ വാസുകി അവന്റെ പത്തി എപ്പോഴും പൊക്കുകയും താക്കുകയും ചെയ്യും. ആ വാസുകിയുടെ പത്തി മേപ്പോട്ടും കീപ്പോട്ടും വരുന്ന ആരോഹണവും അവരോഹണവും കർണാടക സംഗീതത്തിൽ ഒരു രാഗമാക്കി മാറ്റി. അതാണ് ശങ്കരാഭരണം എന്ന പ്രസിദ്ധമായ രാഗം. ഈ വാസുകിയുടെ അനിയനുണ്ടായിരുന്ന അനന്തൻ, ആ അനന്തന്റെ പേരിലാണ് കേരളത്തിന് തലസ്ഥാനം. അത് പണ്ട് അനന്തൻകാടായിരുന്നു. വില്ലുമംഗലം സ്വാമിയാർ അവിടെ വന്ന് അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ഒരു പുലയ സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ എടുത്തു വളർത്തി കുട്ടിയായിട്ട് ഈ കുട്ടി വിഷ്ണു ഭഗവാനാണെന്ന് വില്ലുമംഗലം സ്വാമിക്ക് മനസ്സിലായി. അങ്ങനെ പേഴുംകാട്ടിൽ ദേവി പുലയ സ്ത്രീയാണ്. അവരുടെ അന്നത്തെ രാജാക്കന്മാരുടെ തലസ്ഥാനം പുലയനാർ കോട്ട. പുലയനാർ എന്ന് പറഞ്ഞാൽ പുലയന്മാർ രാജാവ്, അദ്ദേഹത്തിന്റെ കോട്ടയാണ് പുലയനാർ കോട്ട. നെടുമങ്ങാട് രാജവംശം പുലയ രാജവംശമായിരുന്നു. അപ്പം അങ്ങനെ പത്മനാഭസ്വാമി പ്രതിഷ്ഠിച്ചു. അപ്പൊ കേരളത്തിന്റെ തലസ്ഥാനം അനിയന്റെ പേരിലാണ്, അനന്തന്റെ പേരിലാണ് തിരുവനന്തപുരം. ഏറ്റവും മുതൽ ചേട്ടന്റെ പേരിലാണ് ഡൽഹി, തക്ഷകന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തുണ്ടാക്കിയ സ്ഥലം. ആ വാസുകി ശങ്കരന്റെ കഴുത്തി കിടന്ന് ശങ്കരാഭരണ രാഗത്തിന് കാരണമായി മാറി. ഈ നാഗാരാധന നടത്തിയിരുന്ന ജനവിഭാഗം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഭരിച്ചിരുന്നു, ഡൽഹി ഭരിച്ചിരുന്നു. ഇപ്പോഴത്തെ ത്രിവേണി സംഘവും ഭരിച്ചിരിക്കുന്ന നാഗന്മാർ. ആ നാഗന്മാർ വളരെ പ്രസിദ്ധരായ ആളുകളെ സൃഷ്ടിച്ചു. അതിൽ ഏറ്റവും പ്രസിദ്ധനാണ് യോഗസൂത്രങ്ങൾ എഴുതിയ പതഞ്ജലി. അദ്ദേഹം ഒരു നാഗനായിരുന്നു. സംസ്കൃതത്തിന്റെ ഗ്രാമർ അഷ്ടാധ്യായി എഴുതിയ പാണിനി ഒരു നാഗർ. സംസ്കൃതത്തിലെ മഹാനായ കവിയും നാടകൃത്തുമായ കാളിദാസൻ നാഗരായിരുന്നു. പതഞ്ജലിയും പാണിനിയും കാളിദാസനൊക്കെ അടങ്ങുന്ന വലിയ ജനവിഭാഗമാണ് ഈ നാഗർ. മധ്യപ്രദേശ് മുഴുവൻ ഭരിച്ചിരുന്ന അവരാണ്. അവർ മഹാരാഷ്ട്ര ഭരിച്ചപ്പോൾ അവരുടെ തലസ്ഥാനമായിരുന്നു നാഗ്പൂർ എന്ന് പറയും. ഈ നാഗന്മാര് അല്ലെങ്കിൽ നാഗർ ചന്ദ്രഗുപ്ത മൗര്യൻ BC 300 ഭരണം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം രാജ്യത്ത് മുഴുവൻ ദാരിദ്ര്യം വന്നു. അദ്ദേഹം ഭരണം ഉപേക്ഷിച്ചിട്ട് നേരെ തെക്കേ ഇന്ത്യയിൽ വന്നിട്ട് കർണാടകത്തിൽ വന്നിട്ട് ചന്ദ്രഗിരി മലമുകളിൽ വന്നിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യൻ ഇരുന്നുകൊണ്ടാണ് അതിനെ ചന്ദ്രഗിരി എന്ന് വിളിക്കുന്നത്. അവിടുന്ന് 100 അടി അകലെയാണ് ഈ ശ്രാവണ ബലോകാളയിലെ 66 മീറ്റർ പൊക്കമുള്ള ഗോമതേശ്വരന്റെ ഭയങ്കര വിഗ്രഹം. BC 2-ാം നൂറ്റാണ്ടിൽ ഈ നാഗർ അവിടുന്ന് കേരളത്തിലേക്ക് വന്ന കളബ്രർ എന്നൊരു രാജവംശം ഉണ്ടായിരുന്നു. ആ രാജവംശത്തിന്റെ കൂടെ യോദ്ധാക്കളായി കേരളത്തിൽ വന്നു. ആ കളബ്രർ BC 2-ാം നൂറ്റാണ്ട് തൊട്ട് AD 646 പാണ്ഡ്യന്മാർ തോപ്പിക്കുന്നത് വരെ കേരളത്തിലെ രാജാക്കന്മാരായിരുന്നു. അങ്ങനെ കേരളത്തിലേക്ക് വന്ന നാഗർ മലയാളത്തിൽ നായരായി മാറി. നായർ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഡൽഹിയും മധ്യപ്രദേശും മഹാരാഷ്ട്രയൊക്കെ ഭരിച്ചിരുന്നവരാണ്. അവരൊന്നും തമിഴ്നാട് ഭരിച്ചു. അങ്ങനെ നാഗർകോവിലുണ്ടായി, നാഗരൂരുണ്ടായി, നാഗപട്ടണം ഉണ്ടായി. നാഗത്തിന്റെ പേര് ചേർത്ത 100ഓളം പട്ടണങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. ഈ നാഗവംശം ഇന്ത്യയിൽ നിന്ന് പോയി കംബോഡിയയിൽ ചെന്നു. കംബോഡിയയിൽ രാജവംശം നാഗരാജവംശമായിരുന്നു. അപ്പോ ആന്ധ്രയുടെ തീരത്ത് നിന്ന് ഒരു ഗിണാഠ്യൻ എന്നൊരാള് പോയി, കച്ചവടക്കാരനായിരുന്നു. അയാൾ ഇന്ന് ഈ കംബോഡിയയിലെ നാഗ രാജാവിന്റെ മകളെ കല്യാണം കഴിച്ച് അങ്ങനെയാണ് കംബോഡിയയിൽ രാജവംശം ഉണ്ടാകുന്നത്, നാഗരാജവംശം ഉണ്ടാകുന്നത്.
കംബോഡിയയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം. അങ്കോർ വാറ്റ് 10 ചതുരശ്ര കിലോമീറ്റർ, 5500 ഏക്കറിലാണ് ക്ഷേത്രം നിൽക്കുന്നത്. ലോകത്തിൽ ഒരു മതത്തിനും അത്ര വലിയൊരു ക്ഷേത്ര സമുച്ചയം ഇല്ല. തറയിൽ നോക്കിയാൽ ക്ഷേത്രം മുഴുവൻ കാണാൻ പോലും പറ്റില്ല. ഒരു ഹെലികോപ്റ്റർ കയറി താഴെ നോക്കണമെങ്കിൽ ഈ ക്ഷേത്രം മുഴുവൻ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇന്ത്യയുടെ പ്രധാന ഭാവമൊക്കെ ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു നാഗർ. പതഞ്ജലിയും പാണിനിയും കാളിദാസനും ഉണ്ടായിരുന്ന ജനവിഭാഗം. അവർ കേരളത്തിൽ വന്ന ഈ നാഗർ നായരായി മാറി. ഇനി നായർ ഈഴവൻ രണ്ടാണെന്ന് വെച്ചാൽ അല്ല. ശ്രീലങ്കയിലോട്ട് പോയ നാഗർ അവിടുന്ന് കേരളത്തിലോട്ട് കുടിയേറി വന്നതാണ് ഈഴവർ. ഇവിടെ DNA പഠിക്കാൻ വന്ന നാഷണൽ ജോഗ്രാഫിക് അവർ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ നായരുടെ ഈഴവൻ്റെയും DNA 99% സെയിം, ഒരു വ്യത്യാസമില്ല. ഇവർ രണ്ട് ജാതിയാണെന്ന് പറഞ്ഞ് പിണങ്ങി നിൽക്കുക, രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ നാഗരാജവംശം അല്ലെങ്കിൽ നാഗർ എന്ന ജനവിഭാഗം അവരുടെ ടോട്ടമിക് സിമ്പിളായി സ്വീകരിച്ചതാണ് നാഗം. അപ്പോൾ ഈ നാഗം എന്ന് വെച്ചാൽ പാമ്പാണോ? അല്ല. നാഗം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവന്റെ രഹസ്യമാണ്, ജീവന്റെ അർത്ഥമാണ്. നിങ്ങളും ഞാനും ജനിക്കാൻ കാരണഭൂതമായി അച്ഛനും അമ്മയും ലൈംഗിക വീഴ്ച നടത്തിയപ്പോൾ അച്ഛൻ്റെ ശരീരത്തിൽ നിന്നൊരു സ്പേം പുറത്തു വന്നു. അതുപോയി അമ്മയുടെ ഗർഭപാത്രത്തിൽ കയറി അണ്ടവുമായി ലയിച്ചപ്പോൾ നിങ്ങൾ ഞാൻ ഈ ഭൂമിയിലുണ്ടായി. അപ്പൻ്റെ 21 ക്രോമോസോമും അമ്മയുടെ 23 ക്രോമോസോമുള്ള 46 ക്രോമോസോമുള്ള ഒരു മനുഷ്യൻ. ഈ അച്ഛൻ പുറപ്പെടുവിച്ച സ്പേമിൻ്റെ ഷേപ്പ് എന്താണ്? അച്ഛൻ പുറപ്പെടുവിച്ച ശ്രേയം നാഗമാണ്. ഈ പാമ്പ് ഇഴയുന്ന പോലാണ് ഈ സ്പേം ഇഴഞ്ഞ് ഗർഭപാത്രത്തിൽ കയറി അത് അണ്ടവുമായി ലയിച്ച് നിങ്ങൾ ഞാനൊക്കെ ഉണ്ടാകുന്നത്. നാഗത്തിൻ്റെ ഷേപ്പാണ് നമ്മുടെ ഉത്ഭവം. ഇനി അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ഉണ്ടായാൽ ആദ്യത്തെ 90 ദിവസം നമ്മുടെ ഷേപ്പ് എന്താണ്? പാമ്പിൻ്റെ ഷേപ്പാണ്. 90 ദിവസം കഴിഞ്ഞാൽ ഈ കൈയും കാലമൊക്കെ ഉണ്ടായിട്ട് മനുഷ്യനാകുന്നത്. അതുവരെ പാമ്പിൻ്റെ ഷേപ്പിലാണ് മനുഷ്യൻ നിൽക്കുന്നത്. നിങ്ങളുടെ എൻ്റെയും DNA അതിൻ്റെ ഷേപ്പ് എന്തുവാ? അതിൻ്റെ ഷേപ്പ് 2 പാമ്പ് ഇണ ചേരുന്നതാണ് DNA മോളിക്കുള്ള ഷേപ്പ്. അഡിനൈൻ, ഗുവാനൈൻ, തൈമിൻ, സൈറ്റോസിൻ എന്ന 4 അമിനോ ആസിഡുകൾ ചേർന്ന് നമ്മുടെ ജീവന്റെ രഹസ്യം DNA മോളിക്കുളാവും. ആ DNA മോളിക്കുള്ള ഷേപ്പ് 2 പാമ്പുകൾ ഇണ ചേരുന്ന ഷേപ്പാണ് DNA മോളിക്കുളിന്റെ ഷേപ്പ്. ഇനി നമ്മുടെ ശരീരത്തിൽ 60,000 ലക്ഷം ന്യൂറോണുണ്ട്. ഓരോ ന്യൂറോണിൻ്റെ ഷേപ്പ് എന്താണ്? ഓരോ ന്യൂറോണിൻ്റെ ഷേപ്പും നാഗമാണ്. അതിനൊരു സെല്ലുണ്ട്, മേളിലൊരു തല, പിന്നൊരു വാലുണ്ട്, ബോഡി പാർട്ടുണ്ട്. ഓരോ സെല്ലും നാഗ ഷേപ്പിലാണ്. ഇത് നമ്മുടെ നെർവസ് സിസ്റ്റം, അതിൻ്റെ ഷേപ്പ് എന്താണ്? അതിൻ്റെ ഷേപ്പ് നാഗത്തിൻ്റെ ഷേപ്പാണ്. തലച്ചോറ്, തലയോട്ടിക്കകത്തുള്ള തലച്ചോറും നട്ടലിനകത്തുള്ള സുഷുമ്നയും ചേരുന്നതാണ് നമ്മുടെ നെർവസ് സിസ്റ്റം. പിന്നെ അവിടെ നിന്നാണ് ബ്രാഞ്ച് പോകുന്നത്. ഈ തലച്ചോറും നട്ടലിനകത്തുള്ള സുഷുമ്നയും ചേരുമ്പോൾ കറക്റ്റ് ഒരു നാഗമാണ്. 10 എടുത്ത് നിൽക്കുന്ന ഒരു നാഗം നമ്മുടെ തലച്ചോറ്. അതിൻ്റെ ബോഡി നട്ടലിനകത്തോട് പോവാണ്. പിന്നെ അതിൻ്റെ ബ്രാഞ്ചസ് ആണ്. നമ്മുടെ നെർവസ് സിസ്റ്റം നാഗത്തിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ എൻ്റെ DNA മോളിക്യൂള് നാഗങ്ങൾ ഇണചേരുന്ന ഷേപ്പാണ്. അപ്പൊ നാഗം എന്ന് പറഞ്ഞാൽ പാമ്പാന്ന് ധരിച്ചളയത്. ഇനി നിങ്ങൾക്ക് എനിക്കൊരു രോഗം വന്നു, നമ്മൾ ആശുപത്രി പോകും. ആശുപത്രിയിൽ മെഡിസിൻ്റെ സിമ്പിൾ എന്താണ്? പാമ്പ്. മെഡിക്കൽ കോളേജിൽ അവിടെ ചെന്നാൽ അതിൻ്റെ ബോർഡിൻ്റെ മുകളിൽ ഒരു പാമ്പ് ഇരിക്കുകയാണ്. ഇനി മെഡിക്കൽ സയൻസിൻ്റെ സിമ്പിൾ എന്താണ്? 2 പാമ്പ് ഇങ്ങനെ പിണഞ്ഞ് മേപ്പോട്ട് പോകുന്നതാണ് മെഡിക്കൽ സയൻസിൻ്റെ സിമ്പിൾ. ഹെറഡോട്ടസിൻ്റെ കാലം മുതൽ ഗാലൻ്റെ കാലം മുതൽ മെഡിക്കൽ സയൻസിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് പാമ്പുകൾ ഇങ്ങനെ 2 പാമ്പ് ഇണവണ് നിൽക്കുകയാണ്. ഞങ്ങൾ ക്രിസ്ത്യാനിയിൽ വിഗ്രഹാരാധനയെ കുറ്റം പറയും. പക്ഷേ ഞങ്ങളുടെ മെത്രാൻ അധികാരം കാണിച്ചുകൊണ്ട് വരുമ്പം മെത്രാന്റെ കമ്പിന്റെ മുകളിൽ നിൽക്കുന്നതെന്ന് അറിയാമോ? ഒരു മൂക്കം പാമ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. ആർച്ച് ബിഷപ്പ് മേപ്പെടുപോയാലോ? ആർച്ച് ബിഷപ്പ് കർദിനാളും വരുമ്പോൾ ആ അംശങ്ങളുടെ അറ്റത്ത് 2 പാമ്പും 2 തല ഇങ്ങനെ പത്തി കൊടുത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ക്രിസ്ത്യാനിയുടെ അധികാര ചിഹ്നം പാമ്പാ, വേറെ ഒന്നുമല്ല. സർപ്പം, നാഗം ക്രിസ്തുമതത്തിലെ അധികാര ചിഹ്നമാണ്. ഇനി ഞങ്ങൾ വിഗ്രഹാനക്കെതിരാണ്. പക്ഷേ ഞങ്ങൾക്കുണ്ടാക്കാൻ അനുവദിച്ചിട്ടുള്ള ഒരു വിഗ്രഹമുണ്ട്, നാഗവിഗ്രഹം. മോശ യഹൂദന്മാരെ കൊണ്ട് മരുഭൂമി പോയി. മരുഭൂമി പോയിട്ട് പാമ്പ് പിടിച്ച് ഒരുപാട് ചത്തു. മോശയും ദൈവത്തോട് പറഞ്ഞു, ദൈവമേ,
ഞങ്ങളെ ഒരുപാട് പേരെ പാമ്പ് കടിക്കുന്നു. ദൈവം എന്താ പറഞ്ഞെന്നറിയാമോ? മോശേ, നീ ഒരു പാമ്പിൻ്റെ വിഗ്രഹം ഉണ്ടാക്കണം, എന്നിട്ട് അതിൻ്റെ മുമ്പിൽ പോയി ഇന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പാമ്പിൻ്റെ വിഗ്രഹം ഉണ്ടാക്കി പ്രാർത്ഥിച്ചപ്പോൾ പാമ്പ് കടി നിന്നു. ഞങ്ങളുടെ വേദോസ്തം എഴുതിച്ചിരിക്കുന്നതാണ്. യഹൂദന്മാരും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വേദോസ്തം എഴുതിച്ചിരിക്കുകയാണ്. ഉണ്ടാക്കാൻ ഈശ്വരൻ നിർമ്മിച്ച ഏക വിഗ്രഹം നാഗവിഗ്രഹം. ഈജിപ്തിലെ ഫറോ രാജാക്കന്മാരെ കണ്ടിട്ടുണ്ടോ? ഫറോ രാജാവിൻ്റെ അംശവഴി ഉണ്ട്. അവൻ്റെ തലയിലുള്ള കിരീടമുണ്ട്. കിരീടത്തിൽ എന്താണെന്നറിയാമോ? മൂർഖൻ പാമ്പ് ഇങ്ങനെ പത്തി കൊടുത്ത് നിൽക്കുകയാണ്. ഫറോ രാജാവിൻ്റെ തലയിൽ വെക്കുന്ന കിരീടം. അമേരിക്ക ചെന്നാലോ റെഡ് ഇന്ത്യൻസ്, ആദിമവാസികളും. അവരുടെ പ്രധാനപ്പെട്ട ദൈവം എന്താണെന്നറിയാമോ? കൊട്സാൽ കോട്ടൽ. ആരാണ് ഈ കൊട്സാൽ കോട്ടൽ? പാമ്പ്, സർപ്പമാണ്. നമ്മുടെ നാഗവിഗ്രഹമാണ് അവരുടെ രാജാവ്. നാഗരാജാവ് നമ്മൾ വിളിക്കുന്നതാണ്. അമേരിക്കയിലെ ഇപ്പോഴത്തെ ട്രംപിൻ്റെ അവൻ്റെ രാജ്യത്തുള്ള ആ വട്ടൻ്റെ രാജ്യത്തുള്ള ആദിവാസികളുടെ ദൈവം പാമ്പ്, നാഗം. ഇതിന് പേരിട്ടപ്പോഴോ മലയാളത്തിൽ നമ്മൾ പാമ്പെന്ന് വിളിച്ചു, ഹിന്ദി ചെന്നാൽ സാമ്പെന്ന് വിളിച്ചു, ആഫ്രിക്കയിൽ ചെന്നാൽ നീഗ്രോസിനെ വിളിക്കുന്നതാണ് വാമ്പെന്ന് വിളിച്ചു, അമേരിക്കയിൽ റെഡ് ഇന്ത്യക്കാരെ വിളിക്കുന്നതെന്ന് അറിയാമോ? ചാമ്പെന്ന് വിളിച്ചു. ഈ 4 ജനതയും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷേ പല ഭൂഖണ്ഡങ്ങളിൽ നാഗത്തിന് പേരിട്ടപ്പം എല്ലാം ഇമ്പചാർത്ത വാക്കാണ്. നമ്മൾ പാമ്പെന്ന് വിളിക്കുന്നു, ഹിന്ദിക്കാർ സാമ്പെന്ന് വിളിക്കുന്നു, ആഫ്രിക്കക്കാരെ വാമ്പെന്ന് വിളിക്കുന്നു, അമേരിക്കക്കാർ ചാമ്പെന്ന് വിളിക്കുന്നു. എങ്ങനെ പറ്റിയത്? അതാണ് അതിൻ്റെ കളി. അപ്പോൾ നാഗവിഗ്രഹം എന്ന് പറഞ്ഞാൽ മൂർഖൻ പാമ്പാൻ ധരിച്ചളയത്. അതിൻ്റെ അർത്ഥം, ഈ നാഗവിഗ്രഹത്തിൻ്റെ മുമ്പിൽ കുട്ടിയെ കൊണ്ട് ചെല്ലുമ്പോൾ എന്തോ അമ്മ ഈ പാമ്പിനെ വണങ്ങുന്നതെന്ന് ചോദിച്ചാൽ, അത് പ്രാർത്ഥിക്കാടാ, പാമ്പ് നമ്മുടെ ദൈവമല്ലേ എന്ന് പറഞ്ഞാൽ കുട്ടിക്കൊന്നും മനസ്സിലാകത്തില്ല. കുട്ടി +2 പഠിക്കാൻ ചെല്ലുമ്പം കുട്ടി പാമ്പിനെ പറ്റി പഠിക്കും. നാജാ മൂർഖൻ പാമ്പാന്ന് പഠിക്കുമ്പം കുട്ടി വിചാരിക്കും, എൻ്റെ അമ്മയ്ക്ക് എന്തൊരു വിവരക്കേടാ, പാമ്പിനെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രതിഷ്ഠിക്കാൻ പോകുന്ന നാഗവിഗ്രഹത്തിന് മുമ്പിൽ ചെന്ന് നിങ്ങൾ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം, ഈ ഇതെന്ന് പറഞ്ഞാൽ മൂർഖൻ പാമ്പല്ല മോനെ, ഇത് നമ്മുടെ ജീവന്റെ രഹസ്യമാണെന്ന് മനസ്സിലാക്കണം. അപ്പോഴേ കുട്ടിക്ക് അത് മനസ്സിലാവത്തുള്ളൂ. നാഗപ്രതിഷ്ഠ, ആ നാഗപ്രതിഷ്ഠയുടെ ശക്തി മനസ്സിലാക്കണം. അപാര ശക്തിയാണ്. ഞാൻ 800 കൊല്ലം പഴക്കമുള്ള ഒരു നമ്പൂതിരി ഇല്ലം ഞങ്ങളുടെ പൂർവികർ 1764 വാങ്ങിച്ചതാണ്. ഞങ്ങളാ ഇല്ല അതുപോലെ പ്രിസർവ് ചെയ്തു, ഒന്നും ചെയ്യില്ല. അതിനപ്പുറത്തൊരു വീട് വെച്ച് ഞങ്ങൾ താമസിക്കുന്നു. ആ ഇല്ല അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. 1900 വർഷങ്ങൾക്ക് മുമ്പ് തെക്കൻ വടക്കുന്നാഥ ക്ഷേത്രം ശങ്കരാചാര്യ സ്വാമികളൊന്ന് പ്രതിഷ്ഠിച്ചു. അത് പ്രതിഷ്ഠിക്കുന്നതിന് നേതൃത്വം വഹിച്ച 8 ബ്രാഹ്മണ ഇല്ലങ്ങളിലൊന്നായിരുന്നു ഞാൻ ജീവിക്കുന്ന കുടുംബം. ഞങ്ങൾ ആ പുത്തൻവീട്ടിൽ ശിവമഠം എന്നുള്ള ശിവമഠം അങ്ങ് മാറ്റിയിട്ട് പുത്തൻവീട്ടിൽ നിന്ന് ഞാൻ വീട്ടുപേരിട്ടിരിക്കുന്നത്. ആ പേര് മാറ്റിയിട്ടില്ല. അവിടെ നിറച്ച് പാമ്പാണ്, നിറച്ച്. ഞങ്ങളിങ്ങനെ വർത്താനം പുസ്തകം വായിച്ചിരിക്കുന്ന പാമ്പ് കഴിഞ്ഞ് ടീപ്പോയിലോട്ട് കയറി അവിടെ കിടക്കും. ഒരിക്കൽ എൻ്റെ മോളും എൻ്റെ അമ്മയും രാത്രി കിടന്നുറങ്ങുമ്പോൾ ചെറിയ തണുപ്പ്. അമ്മ ബെഡ്ഷീറ്റ് ഇട്ട് നോക്കിയപ്പം എൻ്റെ മോടെയും അമ്മയുടെ ഇടയ്ക്ക് ഒരു 8 അടി മൂക്കം കയറി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ്, ഒരു കുഴപ്പമില്ല. ഞാൻ ചിലപ്പോൾ കിടന്ന് ഉറങ്ങുമ്പോൾ എൻ്റെ കൂടെ കട്ടിലേക്ക് കയറി കിടക്കുക ഈ പാമ്പ്. ഒറ്റയാളിനെയും കൊത്തിയിട്ടില്ല. 300 വർഷമായിട്ട് ഞങ്ങൾ ആരെയും കൊത്തിയിട്ടില്ല. പക്ഷെ സാധനക്കാരന് മനസ്സിലാവത്തില്ല കേട്ടോ. അടൂർ DYSP എന്നെ കാണാൻ വന്നു. ഞങ്ങൾ വർത്താനം ഒരു പാമ്പ് വന്നു കഴിഞ്ഞ് ടീപ്പോയി കയറി. DYSP എഴുന്നേറ്റ്. നമ്മൾ പേടിക്കേണ്ടത് ഞങ്ങളുടെ കൂട്ടുകാരാ. അയ്യോ സാറേ, എനിക്കൊരു ഭാര്യയും മോളോട്ട്, സാറ് പറയുന്നത് കേട്ടിട്ട് ഇവിടെ നിന്ന് പാമ്പ് കടിച്ചാൽ രക്ഷയില്ലാന്ന് അങ്ങനെ എഴുന്നേറ്റ് ഓടിക്കളഞ്ഞു. അപ്പോൾ ഈ സർപ്പം ഇങ്ങനൊരു സത്യമുള്ളൊരു മൃഗമാണ്. അതിനെ നമ്മൾ ഉപദ്രവിക്കരുത്. ഞങ്ങളുടെ ആ പഴയ ഇല്ലം, ഞങ്ങൾ പൂണൂലുള്ള ക്രിസ്ത്യാനികളാണ്. ഞങ്ങളുടെ വീട്ടിൽ 4 പേർക്ക്, ഞാൻ ഉൾപ്പെടെ പൂണൂലുണ്ട്. ആണ്ടിലൊരിക്കൽ ഞങ്ങൾ ബ്രാഹ്മണ പൂജ നടത്തും. അന്ന് മാത്രമേ പൂണൂൽ ഞങ്ങൾ ഇടത്തുള്ളൂ. അന്ന് ഞങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെല്ലാം നമ്പൂരി സ്ത്രീകൾ പോലെ വേഷം ധരിക്കും. ആ 2 ദിവസത്തേക്ക് ഒരു നോൺ വെജിറ്റേറിയൻ ഞങ്ങളുടെ വീട്ടിൽ കുക്ക് ചെയ്യല. അപ്പോൾ ഈ പൂണൂലുള്ള ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഞങ്ങളുടെ ക്രിസ്തു മതത്തിൽ. അത് പോട്ടെ. അപ്പോൾ ഇത് ആ വീട്ടിലൊരു പ്രാർത്ഥനാ മുറിയാണ്. അപ്പോൾ ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും, ഒരുപാട് അത്ഭുതമൊക്കെ നടക്കും. അപ്പോൾ ഞങ്ങളവിടെ CCTV ഫിറ്റ് ചെയ്തു. കാരണം ആരൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന് എനിക്ക് കൊല്ലത്തിൽ നിന്നും എൻ്റെ ബ്രദറിനെ തിരുവനന്തപുരത്ത് നിന്നും കാണാമല്ലോ. അപ്പോഴാണ് ഞങ്ങളൊരു കാര്യം കണ്ടുപിടിച്ചത്. രാവിലെ പ്രഭാത നമസ്കാരത്തിന് നിലവിളക്ക് ഈ നമ്പൂരിമാർ ഉപയോഗിച്ചൊരു നിലവിളക്കുണ്ടായിരുന്നു. അത് അവർ തന്നിട്ട് പോയിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ തൂങ്ങി കിടക്കുന്നത്. രാവിലെ പ്രഭാത നമസ്കാരം കഴിഞ്ഞ് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഒരു മൂക്കം വരും, ഒരു 8 അടി മൂക്കൻ. അവൻ വന്നിട്ട് ഈ വിളക്കിൻ്റെ മുമ്പിൽ
പത്തിയൊക്കെ വിടർത്തി എന്തോ പ്രാർത്ഥിച്ചിട്ട് അവനങ്ങ് പോകും. വൈകിട്ട് 6 മണിക്ക് ഞങ്ങൾ വിളക്ക് കത്തിക്കും. സന്ധ്യാ നമസ്കാരത്തിന് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഉടനെ വേറൊരു മൂക്കം വരും. അവൻ വന്ന് വിളക്കിൻ്റെ മുമ്പിൽ എന്തോ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് അവൻ പോവും. ഇത് CCTV ഫിറ്റ് ചെയ്ത് ഞങ്ങൾ റെക്കോർഡ് ചെയ്തെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുമോ? ഇങ്ങനൊരു നാഗം കറക്റ്റ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ തന്നെ വരുന്നു വിശ്വസിക്കുമോ? ഇല്ല. ഞങ്ങളുടെ പുരയിടത്തിന് താഴെ അറ്റത്ത് 2 സെന്റുണ്ട്. അതൊരു സർപ്പക്കാവായിരുന്നു. എൻ്റെ അപ്പൻ്റെ അനിയൻ ആന്ധ്രയിലെ DIG ആണ്. അയാളുടെ ഒരു മോൻ ബന്ധുക്കോസ്ത് പാസ്റ്ററായി. ഒരു ദിവസം രണ്ടോട് വന്നു. എന്തൊരു അന്ധവിശ്വാസം ഇത്, സർപ്പക്കാവ്. അവനെ ഇന്ന് ഇളക്കിയിരിക്കുക. പുള്ളി ഒരു JCB വാങ്ങിച്ചോണ്ട് JCB കൊണ്ടുവന്നു. JCB വന്നിട്ട് ഈ JCBയുടെ കൈ കൊണ്ട് ആ സർപ്പക്കാവിൻ്റെ ഓരോ അംശം ഇങ്ങനെ പിടിച്ച് കരക്കോട്ട് വെക്കുകയും ഫോൺ വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സ്ട്രോക്ക് അടിച്ചത്. പുള്ളി നിർത്തിവെച്ച് JCBക്ക് പൈസയും കൊടുത്തിട്ട് പോയി. അങ്കിളങ്ങ് ചെന്നപ്പോഴത്തേന് എൻ്റെ ആൻറ്റിയുടെ ശബ്ദം പോയി. അവർ പിന്നെ സംസാരിച്ചില്ല. അവരൊരു 3 കൊല്ലം കഴിഞ്ഞ് മരിച്ചുപോയി സംസാരിക്കാതെ. എൻ്റെ അങ്കിള് പിന്നെ കേരളം കണ്ടിട്ടില്ല. അങ്കിള് ഹൈദരാബാദിൽ കിടന്ന് മരിച്ചു. ഈ സർപ്പമെല്ലാം ബോഷ്ക എന്ന് പറഞ്ഞിട്ട് വന്ന ബന്ധുക്കോസ് പാസ്റ്ററില്ലേ, ഹാർട്ട് അറ്റാക്കായിട്ട് 42 വയസ്സിൽ മരിച്ചുപോയി. ആ ഇളക്കി ഒരാളും പിന്നെ കേരളം കണ്ടിട്ടില്ല. ഞാൻ പിന്നെ പോയതെല്ലാം വാങ്ങിച്ച് ഇപ്പം ആ സർപ്പക്കാവും വീടും ഒക്കെ സംരക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ സർപ്പത്തോട് കളിക്കാൻ പോകരുത്. സർപ്പം പ്രതിഷ്ഠ വെക്കുന്നത് കൊള്ളാം, പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ പ്രതിഷ്ഠയ്ക്ക് ചെയ്യാനുള്ളത് കറക്റ്റ് ചെയ്തിരിക്കണം. നിങ്ങൾ ഏത് ലെവൽ ഉയർത്താനും ആ സർപ്പത്തിന് പറ്റും, നാഗത്തിന് പറ്റും. ഏത് രീതിയിൽ തകർക്കാനും ആ നാഗത്തിന് പറ്റും. അവിടെ കളിച്ചോണ്ട് നിന്നാണ്ടല്ലോ ഒരു രക്ഷയില്ല. അതാണ് നാഗ വിഗ്രഹത്തിൻ്റെ സങ്കല്പം. നായന്മാരാണ് ഈ നാഗാരാധന കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ആരാധനയുടെ വിവിധ വശങ്ങൾ. ഇപ്പോൾ പമ്പമ്മേക്കാട്ട് നമ്പൂരി അണിഞ്ഞിട്ട് വരുന്നത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ 3 നാഗ ആരാധന കേന്ദ്രങ്ങളാണ്. ഒന്ന് പമ്പമ്മേക്കാട്ട് ഇല്ലോ, മറ്റേത് വെട്ടിക്കോട്ട് ഇല്ല, വെട്ടിക്കോട്ട് ഇവിടെ വിനായകൻ നമ്പൂതിരി. പിന്നെ നമ്മുടെ പ്രസിദ്ധമായ മണ്ണാറശാല ആയില്യം, അവിടുത്തെ പുരോഹിത സ്ത്രീകളാണ്. അപ്പോൾ ഞാൻ BSc കെമിസ്ട്രി ഒക്കെ പഠിച്ച് ശാസ്ത്രം പഠിച്ച ഒരാളാണ്. ഞങ്ങളുടെ വീടിന് തൊട്ട് പുറകിലാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലം പണ്ട് വേണാട് രാജ്യത്തിലെ രാജവംശത്തിൻ്റെ കൊട്ടാരമാണ്, പനങ്കാവൽ കൊട്ടാരം. അടുത്ത കാലത്ത് ഈ റെയിൽവേ ലൈൻ ഡബിളാക്കിയപ്പോൾ ഈ വേണാട് രാജവംശത്തിലെ രാജകുടുംബാംഗങ്ങളെ ഭസ്മമാക്കി സൂക്ഷിച്ചിരുന്ന സ്ഥലമല്ലേ, അതിൻ്റെ മണ്ടക്കൂടെ റെയിൽവേ ലൈൻ കയറി. അപ്പോൾ അവിടുന്ന് ആത്മാക്കൾ കുറേ എണ്ണം പുറത്തെ വീട്ടിൽ ഡ്രൈവർ ചായ കുടിച്ചിരിക്കുമ്പോൾ ഒറ്റയടി, ചായയും കപ്പും എല്ലാം അടിച്ചങ്ങ് തെറിപ്പിക്കും. എൻ്റെ പോലീസ് ഡ്രൈവർ വന്ന നമ്മുടെ ഈ ഊഞ്ഞാലി കയറിയിരുന്നു. ഒരു ഭൂതം വന്ന് ഒരു ഒറ്റ ആട്ടും മേപ്പോട്ട് കീഴ്പോട്ട് ഒരു 15 അടി പൊക്കത്തിൽ. അവൻ കിടന്ന് വിളിയാ, പോലീസുകാരനാണ് കിടന്ന് വിളിയാ. എൻ്റെ ജോലിക്കാർ കിടന്ന് ഉറങ്ങുന്ന നിർത്തിയെന്ന് ഈ ഭൂതം വിളിക്കും, ഇതോടെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മോള് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, നീ പോയി താഴെ കിടക്കാൻ പറഞ്ഞു. എൻ്റെ ഒരു മനസ്സിൽ നിന്ന് പേടിയാണെന്ന് വെച്ചാൽ ഈ മോളടുത്ത് ഈ ഭൂതം ചെന്നാൽ മോക്ക് ഇത് ശാസ്ത്രജ്ഞയൊക്കെയാണ്, പക്ഷെ കാര്യം പിടിച്ചിരിക്കാൻ നോക്കിയത്. അപ്പം ഭാര്യ പോയി മോളെയും കുഞ്ഞിൻ്റെയും കൂടെ താഴെ കിടന്നു. ഞാൻ ഒറ്റയ്ക്ക് 2ാം നിലയിൽ. രാത്രി ഒരു സ്ത്രീ കഥ പറഞ്ഞ് അകത്ത് കയറി. ഞാൻ വിചാരിച്ചു നേരം വെളുത്ത് കാണും, ഭാര്യ താഴെ നിന്ന് കയറി വന്നാന്ന് വിചാരിച്ചു. കഥ ഒന്നും അടക്കാതെ കിടക്കായിരുന്നു, ഭാര്യ കേസ് മറ്റും വരാനായിട്ട്. ഞാൻ പെട്ടെന്ന് മൊബൈലിൽ നോക്കുമ്പോൾ രാത്രി 2:30 ആയിട്ടുള്ളൂ. ഞാൻ ഈ സ്ത്രീ സൂക്ഷിച്ചു നോക്കി. എൻ്റെ ഭാര്യയുടെ നീളവും വീതിയല്ല. എൻ്റെ 2ാം നിലയുള്ള മുറി ഒരു രീതിയിലും പുറത്തുനിന്ന് സ്ത്രീ കയറാനൊക്കെയല്ല. അപ്പം എനിക്ക് സംശയം, ഭൂതമാണെന്ന് സംശയിച്ചു. ഞാൻ ഉടനെ കാലിനടിയിലോട്ട് നോക്കി. ഭൂതമാണെങ്കിൽ കാല് തറയെ തൊടത്തില്ല, മനുഷ്യസ്ത്രീയാണെങ്കിൽ കാല് തറയെ തൊടത്തുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് തറയുന്നത് അരടി പൊങ്ങി നിൽക്കുകയാണ് ഈ സ്ത്രീ. അപ്പം എനിക്ക് മനസ്സിലായി സംഗതി മനുഷ്യസ്ത്രീ അല്ല, ഭൂതമാണെന്ന് മനസ്സിലായി. ഞാൻ ഇംഗ്ലീഷിൽ ഡാഷ് ബാസ്റ്റഡ് എന്ന് വിളിച്ച്, പാവം ഭൂതത്തിന് ഇംഗ്ലീഷ് അറിഞ്ഞൂടെ. ഇംഗ്ലീഷുകാരൊക്കെ വരുന്നതിന് മുമ്പം കാണുള്ള ഒരു വേണാട് രാജകൊട്ടാരത്തിലെ ഏതോ ഭൂതമാണ്, ഇംഗ്ലീഷ് മനസ്സിലായില്ല. ഞാൻ മലയാളത്തിലൊരു തെറിയം വിളിച്ചു. അപ്പം ഭൂതം ഡപ്പെന്നൊരു ശബ്ദം കേട്ടു. ഭൂതം അങ്ങ് ഡിസപ്പിയർ ചെയ്തു. മുറി മുഴുവൻ പുക. അപ്പം എനിക്ക് ഈ ഭൂതത്തൊന്നും പേടിയില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ ടോർച്ച് എടുത്തിട്ട് എല്ലാ ഇലക്ട്രിക് കണക്ഷൻ നോക്കി, എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഒന്നും ഇല്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പുകയെല്ലാം പോയി.
ഞാൻ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. 2 ദിവസം കഴിഞ്ഞ് മോള് പോയപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു, ഭൂതം എന്നെ കാണാൻ വന്നു, ഇങ്ങനെ ഭൂതം പോയി എന്നൊക്കെ പറഞ്ഞു. ഭാര്യ പറഞ്ഞു, അയ്യോ എൻ്റെ ഒപ്പം അങ്ങനെ ഭൂതം വന്ന് ഞാൻ ബോധം കിട്ടു. ഭയങ്കര ഈശ്വരവിശ്വാസികളും എൻ്റെ ഭാര്യ, പക്ഷേ ഭൂതത്തെ കണ്ടാൽ പേടിച്ചു വന്നു. ഞാൻ എന്നാ ഒഴിപ്പിച്ചേക്കാന്ന്. ഞാനെന്ത് ചെയ്തു, നമ്മുടെ പ്രസിദ്ധമായ വെട്ടിക്കോട്ട് ഇല്ലത്ത് പോയി അവിടുന്ന് ഉണ്ണി നമ്പൂരി കൊണ്ടുവന്നു, തിരുവനന്തപുരത്ത് നിന്ന് ബാലകൃഷ്ണൻ നമ്പൂരി കൊണ്ടുവന്നു. അവർ വന്ന് ആദ്യം തറ അങ്ങോട്ട് വെച്ചിട്ട് വിളക്കങ്ങോട്ട് കത്തിച്ച് ഭൂതം വന്നൊരു ഒറ്റ ഊത് 5 തിരിയെ കാണച്ച്. രണ്ടാമത് വീണ്ടും തിരി കത്തിച്ച് വീണ്ടും ഈ ഭൂതം വന്ന ഒറ്റ ഊതല് മുഴുവൻ അങ്ങ് പോയി. ബാലകൃഷ്ണൻ നമ്പൂരി പറഞ്ഞു, സാറേ ഇത് ചെറിയ ഭൂതമൊന്നല്ല, ഇതിനെ ഞാൻ ശകലം മന്ത്രവാദം പ്രയോഗിച്ച് അമക്കാൻ പോകുന്നത്. ഞാൻ അടയ്ക്കുമ്പോഴാണ് അദ്ദേഹം കളിമണ്ണ് കൊണ്ട് 2 വിഗ്രഹം കൊണ്ടുവന്നു, ഒരു പുരുഷ വിഗ്രഹം ഒരു സ്ത്രീ വിഗ്രഹം. എന്നിട്ട് മന്ത്രം പ്രയോഗിച്ച് ഈ ആത്മാവിനെ വരുത്തിയപ്പോൾ എന്തുവാ 5 ഭൂതമുണ്ട്. പുരുഷഭൂതം 2 എണ്ണം, സ്ത്രീഭൂതം 2 എണ്ണം, ഒരു കുഞ്ഞു ഭൂതം. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം ഡ്രൈവറെ വിളിച്ചു, ഞാൻ ഈ ഭൂതത്തെ ആവാഹിച്ചുകൊണ്ട് വരും, നീ എന്നോട് അക്ഷരം മിണ്ടിയേക്കരുത്, കാറിൻ്റെ ഡോർ ഓർന്ന് നിന്നേക്കാണ്, ഞാൻ കയറി ഇരുന്നിട്ട് പോയി തിരിച്ചു വരുന്നവരെ നീ എന്നോട് മിണ്ടിയേക്കരുത്. അപ്പോൾ ഈ 5 ഭൂതത്തെയും വിളിച്ച് പുരുഷഭൂതങ്ങളെ പുരുഷ കളിമണ്ണിനകത്താക്കി, സ്ത്രീഭൂതത്തെ ആ കുഞ്ഞു ഭൂതത്തെയും കൂടെ സ്ത്രീയുടേതിനകത്താക്കി. ഇദ്ദേഹം 2 കയ്യിൽ ഇത് പിടിച്ച് നേരെ കൊണ്ടുവന്നു. ഡ്രൈവർ കാർ ഓർന്നകത്ത് കയറി, ഞാനും കൂടെ പോയി. അദ്ദേഹം കൊല്ലത്തുള്ള പ്രസിദ്ധമായ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി. എന്നിട്ട് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹത്തിന് അടുത്തോട്ട് വെച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ ഇനി യുവത്വങ്ങൾ 5 എണ്ണത്തിന് ഇവിടെ ഇറക്കി വിട്ടേക്കല്ലേ എന്ന് പറഞ്ഞ് ജയിപ്പിച്ചിട്ട് അദ്ദേഹം റിവേഴ്സിൽ നടന്നു വന്നു പുറത്ത് കയറി വീട്ടിൽ വന്നു. ഇപ്പം 2 കൊല്ലമായിട്ട് ഒരു ശല്യമില്ല. അപ്പോൾ നാഗവിഗ്രഹത്തെ പ്രാർത്ഥിക്കുന്ന പൂജാരിമാർക്ക് ഉള്ളൊരു കഴിവാണ് ഭൂതത്തെ സംഹരിക്കുക. സുബ്രഹ്മണ്യ സ്വാമിയാണ് അതിൽ എക്സ്പേർട്ട്, ഭൂതത്തെ സംഹരിക്കാൻ. പക്ഷേ നാഗാരാധന ചെയ്യുന്നവർക്കാണ് ഈ ഭൂതത്തിനെ സംഹരിക്കാനുള്ള കഴിവ്. അതുകൊണ്ടാണ് പാമ്പുമേക്കാട്ട് ഇല്ലം വളരെ പ്രസിദ്ധമാണ്. ഞാൻ തൃശ്ശൂർ DA ആയിരുന്നു, പാമ്പുമേക്കാട്ട് പോയി. ഞാൻ വർത്താനം പറഞ്ഞിരിക്കുമ്പം ഒരു മൂക്കരഴിഞ്ഞു വന്നു, 2ാമത്തെ ഒരു മൂക്കരഴിഞ്ഞു വന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, അങ്ങേക്ക് പേടിയൊന്നുമില്ലേ? ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ഈ പാമ്പുണ്ട്, അവിടെ എനിക്ക് ഇതിനെ കണ്ട പേടിയില്ലെന്ന് പറഞ്ഞു. ഒരു മൂക്കം വന്ന് എൻ്റെ കാലിൻ്റെ അടുത്ത് കിടന്നു. ഞാൻ അവിടെ നിന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയൊക്കെയായിട്ട് നമുക്ക് വലിയ ഇഷ്ടമായി പോയി. അല്ലെങ്കിൽ വെട്ടിക്കോട്ട് പോകണം, അല്ലെങ്കിൽ മണ്ണാർശാല പോകണം. അപ്പോൾ ഈ ഭൂതപ്രേത പിശാചുക്കളെ പിടിച്ചു കെട്ടാൻ നാഗാരാധന ചെയ്യുന്ന ഒരു പൂജാരിക്ക് കഴിയും, സുബ്രഹ്മണ്യ സ്വാമി കഴിയും. നിങ്ങളുടെ ഭാഗ്യം കണ്ടില്ലേ, സുബ്രഹ്മണ്യ ഭഗവാൻ ഇവിടെ ഇരിപ്പുണ്ട്, നാഗവിഗ്രഹം പ്രതിഷ്ഠിക്കാൻ പോകുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ദുരിതപ്പെട്ട ഏത് പ്രശ്നം വന്നാലും പരിഹരിക്കാൻ ഈ 2 പ്രതിഷ്ഠകൾക്ക് അത്ഭുതകരമായി കഴിയുകയാണ്. നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ക്ഷേത്രം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ക്ഷേത്രം 4 തരത്തിൽ ഉയർന്നിട്ടാണ് ക്ഷേത്രമാകുന്നത്. ആദ്യം ഉണ്ടായിരുന്ന മുഴുവൻ കാവുകളാണ്. ഈശ്വരനെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ സങ്കല്പിക്കുന്നു, അവിടെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രകൃതിക്ക് ഒരു കുഴപ്പമുണ്ടാകാതെ പ്രാർത്ഥിക്കുന്ന ആ സമ്പ്രദായം കാവുകളായി. കാവുകൾ പിന്നീട് കോവിലുകളായി. ആ ഈശ്വര പ്രതിഷ്ഠിക്കുമ്പോൾ മഴയും വെയിലൊന്നും പെയ്യാതെ ഒരു മേൽക്കൂര ഉണ്ടാക്കി. എന്നിട്ട് മൃഗങ്ങളൊന്നും ആ പ്രതിഷ്ഠയുടെ അടുത്ത് വരാതിരിക്കാൻ നോക്കി. പട്ടികളൊക്കെ പ്രതിഷ്ഠ കണ്ട അപ്പോഴേ ചെയ്യുന്ന പരിപാടി അറിയാമല്ലോ, അതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ചുറ്റൊരു മതിൽ കെട്ടി. അപ്പോൾ കാവ് കോവിലായി. പിന്നെ ആ കോവിൽ അമ്പലമായി. ഈശ്വരനെ ഒരു മനുഷ്യനായി സങ്കല്പിച്ച് ഒരു വീടുണ്ടാക്കി. ആ വീടിൻ്റെ വരാന്തയും അതിനൊരു ഗർഭഗൃഹവും അതിനൊരു അടുക്കളയൊക്കെ വെച്ചിട്ട് ഒരു സംഗതി ഉണ്ടാക്കി. എന്നിട്ട് അതിന് ചുറ്റും ഒരു മതിലുണ്ടായി, മേൽക്കൂരയുണ്ടായി. പിന്നെ വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അതിന് ചുറ്റും മതിൽ പറഞ്ഞു. അപ്പോൾ കോവിൽ അമ്പലമായി. അമ്പലം അടുത്ത സ്റ്റേജ് ആയപ്പോൾ അത് ക്ഷേത്രമായി മാറി. ക്ഷേത്രമാണെങ്കിൽ 9 ഘടകം വേണം. അതിന് ഗോപുരം വേണം, ഗർഭഗൃഹം വേണം, ബലിത്തറ വേണം, കൊടിമരം വേണം, കൊടികൾ വേണം, 9 കാര്യം വേണം. ക്ഷേത്രമായി. ഇതിലേത് സ്റ്റേജിലും അതിന് നാശം പറ്റിയാൽ ആ നാട്ടിലുള്ള മുഴുവൻ ജനത്തിനും അതിൻ്റെ ശിക്ഷ കിട്ടും. ഈ ക്ഷേത്രം മഹത്തായ ഒരു കാവോ കൂവിലോ ആയിരുന്നു. അത് ക്ഷയിച്ചുപോയി. പക്ഷേ ഈ നാട്ടിലെ പ്രമുഖരായ ചില ആളുകൾ ആ ക്ഷേത്രത്തെ പുനരുദ്ധരിച്ച് നാം കാണുന്ന രൂപത്തിലാക്കി. അപ്പോൾ അവർക്ക് മാത്രമല്ല, ഈ നാടിന് മുഴുവൻ ഉണ്ടാകുന്ന ശാപം പോയി ഈ ക്ഷേത്രം ഉണ്ടായപ്പോൾ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കാവ് എന്തായിരുന്നു, കോവിൽ എന്തായിരുന്നു
എപ്പോഴാണ് ഇത് അമ്പലമായത്, എപ്പോഴാണ് ക്ഷേത്രമായത്, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞിട്ട് ആ പ്രതിഷ്ഠയുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ വലിയ ഗുണം നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഈ നാടിന് അഭിമാന ഭാജനമായ സുബ്രഹ്മണ്യ ഭഗവാനും വരാൻ പോകുന്ന നാഗപ്രതിഷ്ഠയും ഓരോ പ്രതിഷ്ഠയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കാനും ഈ നാടിന് അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ വരാനും ഈ ക്ഷേത്രം കാരണഭൂതമാവട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സുബ്രഹ്മണ്യ ഭഗവാന്റെയും നാഗരാജാവിൻ്റെയും എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഇളയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം.